الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിന് തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമുള്ള ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ മാത്രം പിന്തുടരാനും ബാത്തിലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹ്, 2 ദിവസങ്ങളിലായി ദീൻ പഠിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ധാരാളം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇൻഷാ അല്ലാഹ് ഇനി ഈ സെക്ഷനിൽ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം പ്രണയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. ഇത് ഉലമാക്കൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇഷ്ഖുസ് സുവർ എന്നാണ് അതിന് പറയുക. ചിത്രങ്ങളോടുള്ള സ്നേഹം, അതിര കടന്ന സ്നേഹം. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹിയുടെ അടുക്കൽ ഒരാളൊരു ചോദ്യം ചോദിച്ചു. അദ്ദേഹത്തിന് ഇങ്ങനൊരു പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നം എന്ന് പ്രകടമാക്കി പറയുന്നില്ലെങ്കിലും ആ പ്രശ്നം ഇതാണ് എന്നാണ് അതിനെ വിശദീകരിക്കുന്ന ഉലമാക്കൾ പറയുന്നത്. നിഷിദ്ധമായ രീതിയിലുള്ള സ്നേഹമുണ്ടാവുക, പാടില്ലാത്ത സ്നേഹം, ഇത് ഒരാൾക്ക് ഉണ്ടായി അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. അതിലിങ്ങനെ പെട്ട് ഉഴന്ന് വലിയ പ്രയാസം അദ്ദേഹം നേരിടുകയാണ്. അദ്ദേഹത്തിനറിയാം തെറ്റായ രീതിയിലുള്ള സ്നേഹം അള്ളാഹുവിന് ഇഷ്ടമില്ല, അത് പലപ്പോഴും മനുഷ്യനെ നാശത്തിലെത്തിക്കുമെന്ന് അദ്ദേഹത്തിനറിയാം. പക്ഷേ അദ്ദേഹത്തിന് അതിൽ നിന്ന് മാറാൻ സാധിക്കുന്നില്ല. ചില പാപങ്ങൾ അങ്ങനെയാണ്. അതുകൊണ്ട് ഉലമാക്കൾ പറയുന്നത് കാണാം, പാപം മനുഷ്യർ ചെയ്യും, സ്വാഭാവികമായിട്ടും മനുഷ്യപ്രകൃതമാണ് പാപങ്ങൾ. പക്ഷേ ചില പാപങ്ങൾ അതിലേക്ക് അടുത്തുകൂടാ എന്നാണ് ഉലമാക്കൾ പറയുക. അതിൽ പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ശിർക്ക്, കുഫ്ർ. അതിൻ്റെ ഗണത്തിൽപ്പെടുന്ന ഒന്നാണ് ഈ നിഷിദ്ധമായ സ്നേഹം. അതിലേക്ക് അടുത്തുപോയി കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാൻ ചിലപ്പോൾ എന്തായിരിക്കും, പ്രയാസമായിരിക്കും. അതവനെയും കൊണ്ട് നാശത്തിലേക്ക് പോകും. നമ്മളിപ്പോൾ പത്രമാധ്യമങ്ങളിലും വാർത്തകളിലൊക്കെയും സ്ഥിരം കേൾക്കുന്ന ചില വാർത്തകളുണ്ട്. കൊലപാതകങ്ങൾ. ഇപ്പോൾ ഈ റമദാനിനോടനുബന്ധിച്ച് തന്നെ പല കൊലപാതകങ്ങൾ നമ്മൾ കേട്ടു. അതിൻ്റെ എല്ലാം അടിസ്ഥാനം ചില വ്യതിചലനങ്ങളാണ്. ഇതുപോലുള്ള അതിരുവിട്ട സ്നേഹവും മറ്റൊക്കെയാണ് എന്ന് വാർത്തകളിൽ വന്നു. അപ്പോൾ ഇത് വളരെയധികം ഗുരുതരമായൊരു രോഗമാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഇദ്ദേഹത്തിൻ്റെ ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞപ്പോൾ എഴുതിയ ഒരു ഗ്രന്ഥമാണ് അദ്ദാഉ വദ്ദവാ എന്ന പേരിൽ പ്രസിദ്ധം. രോഗവും ചികിത്സയും എന്നാണ്. ചെറിയൊരു ചോദ്യമായിരുന്നു.
ഒരു പാരഗ്രാഫിൽ ഒതുങ്ങുന്ന ഒരു ചോദ്യമായിരുന്നു. അതിന് മറുപടിയായിട്ട് ഷെയ്ഖ് അവറുകൾ എന്ത് ചെയ്തു? ഒരു വലിയ ഗ്രന്ഥം തന്നെ രചിച്ചു. അപ്പോൾ അത്രയ്ക്കും വലിയൊരു രോഗമാണെന്ത്? പ്രണയം എന്നുള്ളത്. ഖുർആനിൽ ഇതുമായി ബന്ധപ്പെട്ട് 2 ചരിത്ര സംഭവങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. നിങ്ങൾക്കറിയായിരിക്കും അല്ലേ? അറിയാമോ? ഏതാ? ഗുഹാവാസികളുടെ ഒരു ഇത് പറയുന്നുണ്ടല്ലേ, അത് ഹദീസിൽ വന്നിരിക്കുന്നതാണ്. അദ്ദേഹം ദുആ ചെയ്തപ്പോൾ പ്രയാസം മാറിയത്. ഖുർആനിൽ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ ചരിത്രം പറയുന്നിടത്തൊരു സംഭവമുണ്ട്. അത് അന്യ സ്ത്രീയും പുരുഷനും തമ്മിലുള്ളതായ പ്രണയത്തിൻ്റെ ഒരു അപകടം പിടിച്ചിരിക്കുന്ന സംഭവമായിരുന്നു. അതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തി. വളരെ അത്ഭുതകരമായ രക്ഷപ്പെടലാണ്. പലപ്പോഴും മനുഷ്യന്മാർ പെട്ടുപോകുന്ന ഒരു കാര്യമാണ്. യൂസുഫ് അലൈഹിസ്സലാമിനെ അല്ലാഹു ഇതിനെ രക്ഷപ്പെടുത്തിയതാണ്. കാരണം യൂസുഫ് അലൈഹിസ്സലാമിന് ഇഖ്ലാസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം പറയും. അതേപോലെ തന്നെ മറ്റൊന്നാണ് സ്വവർഗത്തിലുള്ളതായ ആളുകളോടുള്ള സ്നേഹമുണ്ട്. പുരുഷന്മാർ പുരുഷന്മാരോട്, സ്ത്രീകൾ സ്ത്രീകളോട്. ഇതും ഖുർആൻ പറയുന്നുണ്ട്. ലൂത്ത് അലൈഹിസ്സലാമിൻ്റെ സമൂഹത്തിൽ എങ്ങനെ ഉണ്ടായി? പുരുഷന്മാർ പുരുഷന്മാരെ സ്നേഹിക്കുക, അതിരുവിട്ട സ്നേഹം. ഇത് 2 ചരിത്രമാണ് ഖുർആൻ പറഞ്ഞിരുന്നത്. ഇത് വളരെ അപകടം പിടിച്ചിരിക്കുന്ന കാര്യമാണ്. ഇതിനെ സംബന്ധിച്ച് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇമാം അവറുകൾ പറയാണ്, വഹാദ ദാഉൻ, ഇതൊരു രോഗമാണ്. അയൽ അസിബ്ബ അദവാഉ, വൈദ്യന്മാർക്ക് അതിൻ്റെ ചികിത്സ നൽകുന്നതിനെ തൊട്ടവർ അശക്തരായിരിക്കുന്നു. വൈദ്യന്മാർക്ക് ചികിത്സിച്ച് മാറ്റാൻ സാധിക്കാത്ത ഒരു രോഗമാണെന്ത്? വഅസ്സ അലൈഹിം ഷിഫാഉ, അവന് ശമനം കിട്ടുക എന്നുള്ളത് പ്രയാസകരമായിട്ടുണ്ട്. ഈ രോഗം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ശമനം കിട്ടുക എന്നുള്ളത് പ്രയാസകരമാണ്. വഹുവ വല്ലാഹി അദ്ദാഉൽ ഉദാൽ, അല്ലാഹുവാണ് സത്യം. ഇത് ഒരു മനുഷ്യനെ ദുർബലനാക്കി കളയുന്ന, അശക്തനാക്കി കളയുന്ന ഒരു രോഗമാണ്. ഒരു മനുഷ്യനെ തീരെ ദുർബലനാക്കി കളയും. വസുമ്മുൽ ഖത്താൽ, ഒരാളെ കൊന്നുകളയുന്ന, നശിപ്പിച്ച് കളയുന്ന വിഷമാണ് ഈ രോഗം. അല്ലദീ മാ അലിഖ ബിഖൽബിൻ ഇല്ലാ വഅസ്സ അലൽ വറാ ഖലാസുഹു മിൻ ഇസാരി. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഏതെങ്കിലും ഒരു ഹൃദയത്തിൽ ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ആ രോഗത്തിൽ നിന്ന്, അതിൻ്റെ പിടുത്തത്തിൽ നിന്ന് അവനെ മോചിപ്പിച്ചെടുക്കൽ ലോകത്തിന് മുഴുവൻ ശ്രമിച്ചാലും പ്രയാസമായിരിക്കും. ഉമ്മ ശ്രമിച്ചാലും നടക്കൂല, ഉപ്പ ശ്രമിച്ചാലും നടക്കൂല, നാട്ടുകാർ ശ്രമിച്ചാലും നടക്കൂല, കൂട്ടുകാർ ശ്രമിച്ചാലും നടക്കൂല, പ്രയാസമായിരിക്കും. ചിലപ്പോൾ ഇങ്ങനെ രോഗത്തിൽ അകപ്പെട്ടിരിക്കുന്ന ആളുകളെയൊക്കെ ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും, വിദ്യാലയങ്ങളിലും മറ്റൊക്കെ. നമ്മുടെ അടുത്ത സുഹൃത്തുക്കളായിരിക്കും, നല്ല കൂട്ടുകാരായിരിക്കും. ഇവന് ഏതെങ്കിലും ഇതുപോലുള്ള രോഗം ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ ഒറ്റപ്പെടും. അവൻ പിന്നെ അതിൻ്റെ പിന്നാലെ പോവും. കൂട്ടുകാരൊന്നും പിന്നെ അവനക്ക് പ്രശ്നമായിരിക്കില്ല. ഇങ്ങനെ ആര് ശ്രമിച്ചാലും ഇവനെ പിടിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പ്രയാസകരായിരിക്കും. വലഷ്തഅലത് നാറുഹു ഫീ മുഹ്ജത്തിൻ, ഏതൊരു ഹൃദയധമനിയിലാണോ അത് തീ കൊളുത്തുന്നത്, ഇല്ലാ വസഉബ അലൽ ഖൽഖി തഖ്ലീസുഹാ മിൻ നാരിഹി, അതിൻ്റെ ആ തീയിൽ നിന്ന് അതിനെ രക്ഷപ്പെടുത്തിയെടുക്കൽ വളരെ പ്രയാസകരമായ കാര്യമാണ്. അങ്ങനെയുള്ള രോഗമാണ്. അതുകൊണ്ട് ഒന്നാമത്തെ ഇതിൻ്റെ ചികിത്സ എന്നുള്ളത് എന്താ? അതിലേക്ക് അടുക്കാതിരിക്കുക. അത് കാണുമ്പോൾ പേടിക്കുക. അത് കാണുമ്പോൾ ഇത് മനുഷ്യനെ നശിപ്പിക്കുന്ന, കൊന്നുകളയുന്ന അപകടമാണ്, രോഗമാണ് എന്ന തിരിച്ചറിവ് ആദ്യം ഉണ്ടാവുക. ഇതാണ് ഒന്നാമത്തെ ചികിത്സ. ഇതിലെ ഏറ്റവും വലിയൊരു അപകടമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പഠിച്ച വിഷയങ്ങളിൽ ഇന്ന് ഇവിടെ തൗഹീദും ശിർക്കെല്ലാം പഠിച്ചിട്ടുണ്ടാവും അല്ലേ? കുഫർ ഏറ്റവും വലിയ ബാബാണെന്ത്? ശിർക്കും കുഫറും. ഒരാൾക്ക് ശിർക്ക് സംഭവിച്ചു, കുഫർ സംഭവിച്ചു, അവൻ തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോയി, എന്ത് സംഭവിക്കും? നരകത്തിൽ അവൻ ശാശ്വതനായിരിക്കും, പിന്നീട് അവൻ മോചനമില്ല. അതേപോലെ ശിർക്കിലേക്ക് ചെന്നെത്തിക്കുന്ന അതിഗുരുതരമായ ശിർക്കിൽപ്പെടുന്ന ഒന്നാണെന്ത്?
പ്രണയം എന്നുള്ളത്. അതുകൊണ്ടാണ് അതിനോട് അടുക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ഒരു മനുഷ്യനെ വലിയ ഷിർക്കിൽ, വലിയ കുഫറിൽ കൊണ്ടുപോയി തള്ളിയിടുന്ന ഒന്നാണ് പ്രണയം. ഒരാൾ ഷിർക്ക് സംഭവിച്ച് മരിച്ചാൽ കഴിഞ്ഞു, അവൻ്റെ കഥ കഴിഞ്ഞു, അവന് പിന്നെ രക്ഷയില്ല, മോചനമില്ല. ഷിർക്കിനെ എത്രത്തോളം അധികമായി നാം പേടിക്കണോ, ഒരാൾക്ക് ഈമാനിൻ്റെ മാധുര്യം നുകരണമെങ്കിൽ ഈമാൻ കിട്ടിയതിന് ശേഷം കുഫറിലേക്ക് തിരിച്ചു പോകുന്നത് ഏതുപോലെ പേടിക്കണം എന്നാണ് നമ്മൾ പഠിച്ചേക്കണേ? നരകത്തിലേക്ക് വലിച്ച് അവനെ തീയിലേക്ക് വലിച്ചിടുകയാണെങ്കിൽ അതുവരെ എന്താണ്, അതിനേക്കാളും അവൻ പേടിക്കേണ്ടതാണെന്ത്? ഷിർക്കിലെ പോയി അകപ്പെടുന്നത്. എന്നാൽ ഈമാൻ കിട്ടുള്ളൂ. അപ്പോൾ അതേപോലെ ഗുരുതരമായ ഒന്നാണെന്ത്? പ്രണയം എന്നുള്ളത്. കാരണം ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, വഹു അഖ്സാമുൻ, പ്രണയം പല ഇനങ്ങളുണ്ട്. താറത്തൻ യകൂനു കുഫ്ര, ചിലപ്പോൾ അതെന്തായി മാറും? കുഫ്റായി മാറും. ഏതുപോലെ? കമനിത്തഖദ മഅശൂഖഹു നിദ്ദൻ യുഹിബ്ബുഹു കമാ യുഹിബ്ബുല്ലാഹ്. ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. എങ്ങനെയാണത് കുഫ്റാവുക? ഒരാൾ അവൻ്റെ മഅശൂഖ്, അവൻ സ്നേഹിക്കുന്ന അവൻ്റെ പ്രണയിനി, അവനെ ആക്കിയിരിക്കുന്നു നിദ്ദൻ, സമനാക്കിയിരിക്കുന്നു. യുഹിബ്ബുഹു, എന്നിട്ട് അവനെ സ്നേഹിക്കുന്നു കമാ യുഹിബ്ബുല്ലാഹ്, ഏതുപോലെ? അള്ളാഹുവിനെ സ്നേഹിക്കുന്ന പോലെ. ഒരാളെ ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത് ആരെയാ? അള്ളാഹുവിനെയാണ്, സംശയമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ്? സ്വന്തം ശരീരത്തെക്കാൾ അധികം സ്നേഹിക്കണം. മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, സ്വശരീരത്തെക്കാൾ കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരെയാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എന്നാലേ ഒരാൾ പൂർണ്ണമായും മുഅ്മിനാവുകയുള്ളൂ എന്നാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടേക്കുന്നത്, അല്ലേ? അപ്പോൾ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ച, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അയക്കപ്പെട്ടവനാണ്, മുർസലാണ്. അയച്ചതാരാണ്? മുർസിലാരാണ്? അള്ളാഹുവാണ്. അപ്പൊ അയച്ച അള്ളാഹുവിനെ എങ്ങനെ സ്നേഹിക്കണം? റസൂലിനെ തന്നെ സ്നേഹിക്കേണ്ടത് ഇങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിനാണ് അവൻ ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത്. ഇവിടെ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ അവരെന്ത് ചെയ്യുമായിരുന്നു? യുഹിബ്ബൂനഹും കഹുബ്ബില്ലാ, അവരുടെ ആലിഹത്തുകളെ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുമായിരുന്നു. അതെന്താണ്? ശിർക്കാണ്. അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അള്ളാഹുവിന്റെ സൃഷ്ടികളെ സ്നേഹിച്ചാൽ എന്തായി മാറും? ശിർക്കായി മാറും. فكيف إذا كانت محبته أعظم من محبة الله في قلبي. ഒരാൾ അവന്റെ സുഹൃത്തിനെ, പെൺസുഹൃത്തിനെ അല്ലെങ്കിൽ ആണുസുഹൃത്തിനെ സ്നേഹിക്കുകയാണ് അള്ളാഹുവിനെ സ്നേഹിക്കുന്നതിനേക്കാൾ അപ്പുറം. അപ്പൊ പിന്നെ അവന്റെ അവസ്ഥ എന്താ? അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിച്ചാൽ അതെന്താണ്? അത് കുഫറാണ്, ശിർക്കാണ്. അപ്പൊ അള്ളാഹുവിനെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരാൾ എന്ത് ചെയ്യാണ്? മറ്റൊരാളെ സ്നേഹിക്കുകയാണ്. എന്നാ പിന്നെ അത് ശിർക്കാണെന്നുള്ള സംശയം വേണ്ട. ഫഹാദാ ഇഷ്ഖുൻ ലാ യുഗ്ഫറു ലിസാഹിബി, ഇത് ഒരു പ്രണയമാണ്. ഇങ്ങനെ പ്രണയിക്കുന്ന ഒരാൾക്ക് പാപമോചനം ലഭിക്കപ്പെടുകയില്ല. കാരണം അത് ശിർക്കാണ്. ഫഇന്നഹു മിൻ അഅ്ളമി ശിർക്ക്, കാരണം അത് ശിർക്കിൽ തന്നെ ഏറ്റവും ഗുരുതരമായതാണ്. വല്ലാഹു ലാ യഗ്ഫിറു അൻ യുശ്റക ബി, അല്ലാഹു ആകട്ടെ പങ്കു ചേർക്കപ്പെടുന്നതിന് എന്ത് ചെയ്യൂല? പുറത്തു കൊടുക്കുകയില്ല. വഇന്നമാ യഗ്ഫിറു ബിത്തൗബത്തിൽ മാഹിയ, ശിർക്ക് ചെയ്തു കഴിഞ്ഞാൽ തൗബ വേണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ, പൊറുക്കപ്പെടണമെങ്കിൽ എന്ത് വേണം? തൗബ വേണം. തൗബയല്ലാതെ വേറൊരു മാർഗ്ഗമില്ല. അപ്പോൾ ഇതാണ്, ഒരാളെ സ്നേഹിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഇപ്പോൾ അത് ശിർക്കായി എന്ന് മനസ്സിലാക്കുക? കുഫറിൽ എത്തുന്നുണ്ട് എന്നെങ്ങനെ മനസ്സിലാക്കും? അതുകൊണ്ട് ഇമാം അവർ പറയാണ്, വ അലാമത്തുൽ ഇഷ്ഖി ശിർക്കിയിൽ കുഫ്രി, ശിർക്കും കുഫറും സംഭവിക്കുന്ന ഈ പറയുന്ന ഇഷ്കിന്റെ അടയാളം, അതിൻ്റെ തെളിവെന്താണ്? നിങ്ങൾ കുറച്ചും കൂടി കൊണ്ട് കയറിയിരിക്കുകയാണെങ്കിൽ ഒരു ഭംഗിയുണ്ടാവും. പ്രയാസം ഉണ്ടാവും. അഥവാ കയറിയിരിക്കുക, ചാരിയിരിക്കുന്നത് ഒരു സുഖം തോന്നുന്നില്ല, അല്ലേ? കുറച്ചുകൂടി കയറിയിരുന്നോ? എഴുന്നേറ്റിട്ട് കയറിയിരുന്നോ? മക്കളെ അവിടെ കുറച്ചും കൂടി വിട്ടുന്നു. അപ്പൊ എന്താണ് ഇതിന്റെ തെളിവ്? ഇത് വളരെ ഗുരുതരമായ കാര്യമാണ്. നമ്മൾ ആരെങ്കിലും മുശ്രിക്കാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? കുഫർ സംഭവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് അത്ര പേടിക്കുന്ന കാര്യമാണ് ശിർക്കും കുഫറും.
അപ്പം നമ്മിൽ ഈ ശിർക്കും കുഫറും സംഭവിക്കാൻ പാടില്ല. അതിന് അടയാളം ഇവിടെ ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് പറഞ്ഞു തരികയാണ്. ശിർക്കും കുഫറും സംഭവിക്കുന്ന പ്രണയത്തിന്റെ തെളിവ്, അടയാളം, അൻ യുഖദ്ദിമൽ ആശിഖു റിളാഅ മഅശൂഖി. ഒരു ആഷിഖ്, പ്രണയിക്കുന്ന ഒരാൾ, അവൻ ആരെയാണോ പ്രണയിക്കുന്നത് അവനെ മുന്തിക്കുന്നു, അവന്റെ തൃപ്തിയെ മുന്തിക്കുന്നു. അലാ റബ്ബിഹി, അള്ളാഹുവിന്റെ തൃപ്തിയേക്കാൾ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഇഷ്ടത്തെക്കാൾ ഇവൻ മുൻഗണന കൊടുക്കുന്നത് ആരുടെ ഇഷ്ടത്തിനാണ്? അവൻ ഇഷ്ടപ്പെടുന്നവന്റെ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നവളുടെ ഇഷ്ടങ്ങൾക്കാണ് പ്രാമുഖ്യം കൊടുക്കുന്നത് എങ്കിൽ അത് അള്ളാഹുവിനേക്കാൾ കൂടുതൽ അവൻ എന്ത് ചെയ്യുന്നുണ്ട്? അവനെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിന് തെളിവാണ്. വഇദാ തആറദ ഇൻദഹു ഹഖ്ഖു മഅശൂഖിഹി വഹദ്ദു വഹഖ്ഖു റബ്ബിഹി വതഅതു. ഒരാളുടെ മുന്നിൽ തആറുദുണ്ടായി, വൈരുദ്ധ്യമായി വന്നു. അതായത് രണ്ട്, അള്ളാഹുവിനോടുള്ള ഹക്കും അവനോടുള്ളതായ അവനെ അനുസരിക്കേണ്ട ഒരു സാഹചര്യം വന്നു. അതേപോലെ തന്നെ അതേ സാഹചര്യത്തിൽ തന്നെ അവന്റെ മഅശൂഖ്, അവൻ പ്രണയിക്കുന്നവനോടുള്ളതായ ബാധ്യതയും എന്ത് ചെയ്തു? ഒരുമിച്ച് വരികയാണ്. ഇങ്ങനെ വന്നാൽ ഖദ്ദമ ഹഖ്ഖ മഅശൂഖിഹി അലാ ഹഖ്ഖി റബ്ബി, അവൻ പ്രണയിക്കുന്നവന്റെ ബാധ്യതയെ ആദ്യം നിറവേറ്റുക, അവനോടുള്ള കടപ്പാട് ആദ്യം ചെയ്യുക, അള്ളാഹുവിനോടുള്ള കടപ്പാട് ചെയ്യുന്നതിനേക്കാൾ മുമ്പ്. എന്നാൽ എന്തിൻ്റെ അടയാളാണ്? ഒരാൾ അവൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെ അല്ലെങ്കിൽ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ ഇങ്ങനെ പോവുകയാണ്. പള്ളിയിൽ ജമാഅത്തിന് ബാങ്ക് വിളിച്ചു, ഇഖാമത്തിന് സമയമായി. അവൻ പള്ളിയിൽ ജമാഅത്തായി നമസ്കരിക്കുന്നതിനാണോ പ്രാധാന്യം കൊടുക്കുന്നത്, അതല്ല പ്രണയിക്കുന്നവൻ്റെ കൂടെ പോകുന്നതിനാണോ? അത് തിരിച്ചറിയും സാധിക്കും. ഒരാളുടെ മനസ്സിൽ ശിർക്ക് സംഭവിക്കുന്നുണ്ടോ കുഫർ സംഭവിക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയാൻ സാധിക്കും. അവിടെ അള്ളാഹുവിനെയാണ് അവൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നതെങ്കിൽ അവൻ എന്ത് ചെയ്യും? അള്ളാഹ്ക്കായിരിക്കും പ്രാമുഖ്യം കൊടുക്കുക. അതല്ലെങ്കിൽ അവൻ ഇഷ്ടപ്പെടുന്നവർക്കായിരിക്കും. വബദല ലഹു അൻഫസ മാ യഖ്ദിറു അലൈഹി, പ്രണയിക്കുന്ന ആളുകൾ അവനക്ക് സാധിക്കുന്ന ഏറ്റവും വിലപിടിപ്പുള്ളതായ കാര്യം ആർക്ക് കൊടുക്കും? സമ്മാനങ്ങൾ കൊടുക്കും. ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനം ആർക്ക് കൊടുക്കും? ഇഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കും. വബദല ലിറബ്ബിഹി ഇൻ ബദല അർദഅ മാ ഇൻദഹു, റബ്ബിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ തന്നെ എന്ത് കൊടുക്കും? ഏറ്റവും മോശപ്പെട്ട, ഏറ്റവും വില കുറഞ്ഞ എന്തെങ്കിലും കൊടുക്കൂ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്തെങ്കിലും ദാനം ചെയ്യുന്നു, വളരെ തുച്ഛമായ എന്തെങ്കിലും കൊടുക്കും. അവന് ഇഷ്ടപ്പെട്ട ആൾക്ക് എന്തെങ്കിലും കൊടുക്കുന്നു, എന്ത് ചെയ്യും? ഏറ്റവും വിലപിടിപ്പുള്ളത് കൊടുക്കും. ഇങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതെന്തിൻ്റെ അടയാളാണ്? എന്തിൻ്റെ അടയാളാണത്? ശിർക്ക് സംഭവിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ അടയാളാണ്. വസ്തഫറഗ വുസ്അഹു ഫീ മർളാത്തി മഅശൂഖിഹി വഫാഅതിഹി വത്തഖറുബി ഇലൈഹി, അവന്റെ ശേഷി മുഴുവനും ചിലവഴിക്കും, അവൻ ഇഷ്ടപ്പെടുന്നവന്റെ തൃപ്തി നേടിയെടുക്കാൻ വേണ്ടിയിട്ട്, അവനിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ട് അവന്റെ ശേഷി മുഴുവൻ വിനിയോഗിക്കും. അവൾ എന്തു പറഞ്ഞാലും എന്ത് ചെയ്യും? വാങ്ങിച്ചു കൊടുക്കും. ഫോൺ വേണോ അത് കൊടുക്കും, വേണമെങ്കിൽ ഐഫോൺ കൊടുക്കും, എന്ത് ചെയ്യും? വാങ്ങിച്ചു കൊടുക്കും. എന്നാൽ وجعل لربه إن أطاعه الفضلة التي تفضل معشوقه من ساعته, അവൻ അള്ളാഹുവിന് കൊടുക്കുന്നുണ്ടായിരിക്കും. തൻ്റെ ഇഷ്ടക്കാരന് കൊടുത്തതിൻ്റെ എല്ലാം ബാക്കി അവശേഷിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കും. സമയം കൂടുതലും ചെലവഴിക്കുന്നത് അവൻ ഇഷ്ടപ്പെടുന്നവന് വേണ്ടിയിട്ടായിരിക്കും. അവനെക്കുറിച്ചുള്ള ഓർമ്മകളായിരിക്കും എപ്പോഴും. അവനിഷ്ടപ്പെടുന്ന കാര്യങ്ങളായിരിക്കും ഇവൻ്റെ ഇഷ്ടം. അവനിഷ്ടപ്പെടുന്ന നിറം, അവൾ ഇഷ്ടപ്പെടുന്ന പേന, അവൾ ഇഷ്ടപ്പെടുന്ന വസ്ത്രം, ഇതൊക്കെ ആയിരിക്കും എൻ്റെ മനസ്സിൽ. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ച് എന്തുണ്ടാവില്ല? ചിന്ത ഉണ്ടാവുകയില്ല. ഈ രീതിയിൽ ഒരാളുടെ മനസ്സിൽ മുൻഗണന കൊടുക്കുന്നത് അവൻ പ്രണയിക്കുന്ന, സ്നേഹിക്കുന്ന, നിഷിദ്ധമായ രീതിയിലുള്ള പ്രണയം നടത്തുന്ന ആൾക്കാണ് എങ്കിൽ അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്? ശിർക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ അടയാളം. എന്നിട്ട് ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി പറയാണ്, ഇനി ഒരാൾക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്നെങ്ങനെ അറിയാം? ഫതഅമ്മൽ, നന്നായിട്ട് ചിന്തിച്ചു നോക്കുക. ഹാല അക്സരി ഉഷാഖി സുവർ, പ്രണയത്തിൽ അകപ്പെട്ടിരിക്കുന്ന ധാരാളം ആളുകളുടെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. തജിദ്ഹാ മുതാബിഖതൻ ലിദാലിക്, ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ എന്താണ് പറഞ്ഞത്? ഏറ്റവും വിലപിടിപ്പുള്ളവർക്ക് എന്ത് ചെയ്യും? അവൻ ഇഷ്ടപ്പെടുന്നവർ കൊടുക്കും. അള്ളാഹ്ക്ക് എന്തെങ്കിലും തുച്ഛമായത് കൊടുക്കും. കൂടുതൽ സമയം ഇവന് ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂടെ ആയിരിക്കും. അള്ളാഹുവിന് വേണ്ടിയിട്ട് ഏറ്റവും കുറഞ്ഞ സമയം ചിലപ്പോൾ എന്ത് ചെയ്യും? ഒന്ന് തലകുത്തി മറയും, നമസ്കാരം, അത്
ചില മാതാപിതാക്കളെ കാണിക്കാൻ, ഈ ഉസ്താദന്മാരെ കാണിക്കാൻ, നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്യും, വളരെ കുറച്ച് സമയം ചെലവഴിക്കും. എന്നിട്ട് ഇത് ചിന്തിച്ചു നോക്കുക. എന്നിട്ട് എന്നിട്ട് ഇവരുടെ ഈ അവസ്ഥ എന്ത് ചെയ്യുക, ഒരു തുലാസിന്റെ ഒരു തട്ടിൽ വെക്കുക. അവരുടെ തൗഹീദും ഈമാനും എല്ലാം തുലാസിന്റെ മറ്റേ തട്ടിലും വെക്കുക. എന്നിട്ട് അതിനെ നന്നായിട്ടും തൂക്കി നോക്കണം. എങ്ങനെയുള്ള തൂക്കലാണ്? അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അതിനെ നന്നായി ഒന്ന് തൂക്കി കണക്കാക്കി നോക്കുക. നീതിപൂർവമായിട്ടൊന്ന് തൂക്ക്. അപ്പോൾ അറിയാൻ പറ്റും നമ്മുടെ മനസ്സിൽ ഇതുണ്ടോ എന്നുള്ളത്. നാം ആരെയാണ് കൂടുതൽ സ്നേഹിക്കുന്നത്? അള്ളാഹുവിനെയാണോ, അള്ളാഹു ഇഷ്ടപ്പെട്ടവരെയാണോ, അതല്ല അള്ളാഹു നിഷിദ്ധമാക്കിയവരെയാണോ? നാം നിഷിദ്ധമാക്കിയ സ്നേഹമാണോ നമ്മുടെ മനസ്സിലുള്ളത് എന്ന് എന്ത് ചെയ്യാൻ പറ്റും? നല്ല രീതിയിൽ തിരിച്ചറിയാൻ സാധിക്കും. എന്നിട്ട് ഇമാം അവറുകൾ പറയാണ്, വറുബ്ബമാ സർറഹൽ ആശിഖു മിൻഹും ബിഅന്ന വസ്ല മഅശൂഖിഹി അഹബ്ബു ഇലൈഹി മിൻ തൗഹീദി റബ്ബി. ഇതിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ ഈ കുഫ്റും ശിർക്കും സംഭവിക്കുമെന്ന് പറഞ്ഞല്ലോ. അതിന് തെളിവെന്താ? ഇതിൽ അകപ്പെട്ടിരിക്കുന്ന ആളുകളുടെ വർത്തമാനങ്ങളാണ്, അവരുടെ പ്രവർത്തികളാണ് അതിനുള്ള തെളിവ്. ഇതിൽ അകപ്പെട്ടിരിക്കുന്ന പല ആളുകളും പല പാട്ടുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ചില ആളുകൾ മാപ്പിളപ്പാട്ടെന്നൊക്കെ പറഞ്ഞിട്ട് പാടുന്നത് ശിർക്കും കുഫ്റും നിറഞ്ഞ പാട്ടായിരിക്കും. ഇങ്ങനെ ഈ ഭ്രാന്തി പിടിച്ചിരിക്കുന്ന, രോഗം പിടിച്ചിരിക്കുന്ന ആളുകൾ എന്ത് ചെയ്യും? പല ഭ്രാന്തും എഴുതി വിടും. നല്ല ഈണത്തിലും നല്ല രാഗത്തിലും ആയിരിക്കും. അതൊക്കെ പല ആളുകളും പാടി നടക്കുകയും ചെയ്യും. അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? ശിർക്കും കുഫ്റുമായിരിക്കും. കാരണം ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി പറയാണ്, ഒരു ഷായിർ പാടി, യതറഷഫ്ന മിൻ ഫമി റഷഫാത്തിൻ ഹുന്ന അഹ്ലാ ഫീഹി മിന തൗഹീദ്. അർത്ഥം പറയാൻ തന്നെ പ്രയാസമാണ്, അത്ര മോശപ്പെട്ടതാണ്. ആ രീതിയിൽ എന്ത് ചെയ്യുന്നു? സ്ത്രീകളുമായിട്ടുള്ള ബന്ധം തൗഹീദിനേക്കാൾ കൂടുതൽ അവരതിൽ മാധുര്യം കണ്ടെത്തുന്നു എന്നാണ്, അവരുമായിട്ടുള്ള ബന്ധത്തിൽ. അപ്പോൾ നമ്മുടെ മലയാളത്തിലുണ്ട് ഇതുപോലെ ധാരാളം കവിതകൾ, ധാരാളം പാട്ടുകൾ. ഇതെല്ലാം പല ആളുകളും പാടുന്നുണ്ട്. വേറൊരു കവി പാടിയത് ഇങ്ങനെയാണ്, ഇത് സ്വവർഗരതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മനുഷ്യന് രോഗം ബാധിച്ചു. ആ മനുഷ്യൻ ആ കൂടെ അവൻ സ്നേഹിക്കുന്ന ആളെ കിട്ടാൻ വേണ്ടിയിട്ട് കുറേ പരിശ്രമിച്ചു. അങ്ങനെ അടുത്ത് കിട്ടും എന്നുള്ള സാഹചര്യം വന്നു. പക്ഷേ പെട്ടെന്ന് എന്ത് ചെയ്തു? അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടു പോയി. ഇങ്ങനെ അദ്ദേഹത്തിന് ഭ്രാന്ത് പിടിച്ചു, ഈ പ്രണയമാകുന്ന ഭ്രാന്ത് പിടിച്ചു. അങ്ങനെ അദ്ദേഹം മരിക്കാൻ കിടക്കുമ്പോൾ പാടുന്ന പാട്ടാണിത്. വസുലൂക അഷ്ഹാ ഇലാ ഫുആദി, നീയുമായി ബന്ധപ്പെടലാണ് എൻ്റെ മനസ്സിൻ്റെ, എൻ്റെ ഹൃദയത്തിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. മിൻ റഹ്മത്തിൽ ഖാലിഖിൽ ജലീൽ, ഖാലിഖായ മഹോന്നതനായ അള്ളാഹുവിൻ്റെ റഹ്മത്തിനേക്കാൾ എനിക്കതാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യൻ മരിച്ചു എന്നാണ്. അപ്പോൾ ഇത് വലിയ നാശത്തിലകപ്പെടുത്തുന്ന രോഗമാണ്. ഇത് ശിർക്കല്ലെങ്കിൽ പിന്നെ വേറെന്താ ശിർക്ക്? അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ വരെയും പരിഹസിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ടാണ് പലപ്പോഴും കൊലപാതകങ്ങൾ നടക്കുന്നതിൻ്റെ പേരിൽ, മാതാപിതാക്കളെ കൊല്ലുന്നു ഇതിൻ്റെ പേരിൽ, പ്രണയിച്ച ആളുകളെ തന്നെ കൊല്ലുന്നു ഇതിൻ്റെ പേരിൽ, ധാരാളം നമ്മൾ കാണുന്നുണ്ട്. അത് ഇത് രോഗമാണെന്നുള്ള കാരണത്താലാണ്. വലാ റൈബ അന്ന ഹാദൽ ഇഷ്ക മിൻ അഅ്ളമി ശിർക്ക്. അതുകൊണ്ട് ഈ പറയുന്ന പ്രണയം ശിർക്കിൽ ഏറ്റവും ഗുരുതരമായ ശിർക്കാണ് എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട ആർക്കും. അത്രയ്ക്കും അപകടം പിടിച്ചതാണ്, ദൂരം പാലിക്കേണ്ടതാണ്. വകസീറുൻ മിനൽ ഉശാഖി യുസരിഹു, ധാരാളം പ്രണയിക്കുന്ന ആളുകൾ തുറന്നു പറയലുണ്ട്, ബിഅന്നഹു ലം യബ്ഖ ഫീ ഖൽബിഹി മൗദിഉൻ ലിഗൈരി മഅശൂഖിഹി അൽബത്ത, തന്റെ ഹൃദയത്തിൽ ഞാൻ സ്നേഹിക്കുന്നയാൾക്ക് അല്ലാതെ വേറൊരു ഒന്നിനും ഒരു സ്ഥാനവുമില്ല എന്ന് പറയലുണ്ട്. അത് ഇവരുടെ ഒരു എന്താണ് പ്രധാനപ്പെട്ട കവിതകളാണ്. ധാരാളം കവിതകൾ മലയാളത്തിലൊക്കെ അങ്ങനെയുണ്ട്. അപ്പൊ ഇത് അപകടം പിടിച്ചതാണ്. ബൽ ഖദ് മലക അലൈഹി ഖൽബഹു കുല്ല, അവന്റെ ഹൃദയം പൂർണ്ണമായിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്? ഇത് അധികാരപ്പെടുത്തിയിരിക്കുകയാണ്. ഫസാറ അബ്ദൻ മഹ്ലൻ, അങ്ങനെ ഇവനൊരു അടിമയായി മാറും, അവൻ പ്രണയിക്കുന്നവന്റെ അടിമയായി മാറും. മിൻ കുല്ലി വജ്ഹിൻ ലിമഅശൂഖ്, എല്ലാ അർത്ഥത്തിലും. ഫഖദ് റളിയ ഹാദാ മിൻ ഉബൂദിയ്യത്തിൽ ഖാലിഖ് ജല്ല ജലാലുഹു ബിഉബൂദിയ്യത്തി മഖ്ലൂഖിൻ മിസ്ലി, അള്ളാഹുവിനുള്ള ഉബൂദിയ്യത്തിനെ, ആരാധനയെ മാറ്റിവെച്ചിട്ട് ഇവൻ എന്ത് ചെയ്യുന്നു? അവനെ പോലുള്ള ഒരു അടിമയുടെ, സൃഷ്ടിയുടെ അടിമയായി മാറി എന്നുള്ളതാണ്. അതാണ് യഥാർത്ഥത്തിലുള്ള അവസ്ഥ. ഇവൻ നിന്ദിനായി മാറും. അവൻ സ്നേഹിക്കുന്നവന്റെ സ്ത്രീയുടെ മുന്നിൽ അല്ലെങ്കിൽ പുരുഷന്റെ മുന്നിൽ ഒരു അടിമയെ, അവൻ എന്തു പറഞ്ഞാലും ഞാൻ ചെയ്യും അവസ്ഥ.
ഇതാണ് ഫഇന്നൽ ഉബൂദിയ്യത ഹിയ കമാലുൽ ഹുബ്ബി വൽ ഖുദൂ. ഉബൂദിയ്യത്ത് എന്ന് പറഞ്ഞാൽ, ആരാധന എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾ ആരോടാണോ ഏറ്റവും അധികം സ്നേഹം വെച്ച് പുലർത്തുന്നത്, എന്തിനോടുകൂടെ? ഈ ഒരു അടിമത്ത മനോഭാവം ഉള്ളതിനോടുകൂടെ, സമ്പൂർണമായ കീഴ്വണക്കത്തോടുകൂടെ ആരെങ്കിലും ഒരാൾ വേറൊരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിനാണ് എന്തെന്ന് പറയുക? ഇബാദത്ത് എന്ന് പറയുക. അപ്പോൾ അള്ളാഹുവിന് കൊടുക്കേണ്ട ഈ ഏറ്റവും പരമമായ സ്നേഹവും ഈ അടിമത്തവും ഇവനാർക്ക് കൊടുക്കുന്നു? അവൻ ഇഷ്ടപ്പെടുന്നവന് കൊടുക്കുന്നു. വഹാദാ ഖദ് ഇസ്തഫറഗ ഖുവത ഹുബ്ബിഹി വഖുദൂഇഹി വദുല്ലിഹി ലിമാശൂഖി. ഇവന്റെ സ്നേഹത്തിന്റെ ശക്തി, അല്ലെങ്കിൽ അവന്റെ വിനയം, ഇതെല്ലാം എന്ത് ചെയ്യുന്നു? അവൻ ഇഷ്ടപ്പെടുന്നവന് കൊടുക്കുകയാണ്. ഫഖദ് അഅതാഹു ഹഖീഖത്തൽ ഉബൂദിയ്യ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് ഇബാദത്താണ്. ഇബാദത്താണ് എന്ത് ചെയ്യണത്? അള്ളാഹു അല്ലാത്തവനെ പോലുള്ള സൃഷ്ടിക്ക് കൊടുക്കുന്നത്. മക്കളെ, ക്ഷീണം ഉണ്ടെങ്കിൽ പുറത്തു പോയി കിടന്നോ? ഉണ്ടോ? അല്ലെങ്കിൽ നമുക്കൊരു സദസ്സിന് പ്രയാസമാകുന്നതുകൊണ്ടാണ്. ഉണ്ടോ? അല്ലെങ്കിൽ ഉഷാറായിട്ടിരിക്കണം. ഉഷാറല്ലേ? അതാണ് അതിൻ്റെ ഒരു ഭംഗി. ഇൻഷാ അല്ലാഹ്. എന്നിട്ട് ഇമാം അവറുകൾ പറയാണ്, വലാ നിസ്ബത ബൈന മഫ്സദതി ഹാദൽ അംരിൽ അദീമി വ മഫ്സദത്തൽ ഫാഹിഷ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്താണെന്ന് അറിയാമോ? ഒരാൾ പ്രണയത്തിൽ അകപ്പെടുന്നു, അല്ലെങ്കിൽ അതേപോലെ തന്നെ വേറൊരാൾ ഒരു പാപത്തിൽ അകപ്പെടുന്നു. ഇത് രണ്ടും വലിയ വ്യത്യാസമുണ്ട്. നമുക്കറിയാം, ശിർക്ക് പോലെയാണോ ഒരാൾ മദ്യപിക്കുന്നത്? രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെയാണ് ഒരാൾ പ്രണയത്തിൽ അകപ്പെടുന്നതും ഒരു വൃത്തികെട്ട എന്തെങ്കിലും പണി ചെയ്യുന്നതും. ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ ഒരാൾ വൃത്തികെട്ട പണി ചെയ്തു, വിചാരാണെന്ന് കൂട്ടിക്കോ, ചെയ്തു, അതൊരു വലിയ പാപമാണ്, മറ്റുള്ള വലിയ പാപങ്ങളെ പോലെയാണ്. എന്നാൽ എന്നാൽ ഈ പ്രണയത്തിലകപ്പെട്ടു കഴിഞ്ഞാലോ എന്തുപോലെയാ? ശിർക്ക് പോലെയാണ്. ഒരാൾ വ്യഭിചരിച്ചു, അവനെ ചിലപ്പോൾ എറിഞ്ഞു കൊല്ലപ്പെടും. അതാണ് അതിൻ്റെ ശിക്ഷ. വിവാഹിതനാണ് എങ്കിൽ, അല്ലെങ്കിൽ അവനെ 100 അടിയടിക്കണം, നാട് കടത്തണം 1 വർഷത്തേക്ക്. അതൊരു പാപം പോലെയാണ്. എന്നാൽ ഒരാൾക്ക് ഈ പറയുന്ന പ്രണയത്തിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അവൻ അകപ്പെട്ടിരിക്കുന്നത് എവിടെയാണ്? ശിർക്കിലാണ് അകപ്പെട്ടിരിക്കുന്നത്. അതാണ് അതിൻ്റെ ഗൗരവം. അതുകൊണ്ട് ചില ഉലമാക്കൾ പറഞ്ഞത് കാണാം, മുൻഗാമികളിൽപ്പെട്ടത്, ലഅൻ ഉബ്തലാ ബിൽ ഫാഹിഷതി മഅ തിൽക സൂറ അഹബ്ബു ഇലയ്യ മിൻ അൻ ഉബ്തലാ ഫീഹാ ബിഇശ്ഖിൻ യതഅബ്ബദു ലഹാ ഖൽബി വയശ്ഗലുഹു അനില്ലാ. ഞാൻ ഏതെങ്കിലും പാപത്തിൽ അകപ്പെട്ടു പോയി പരീക്ഷിക്കപ്പെടുന്നതാണ് പ്രണയത്തിൽ അകപ്പെട്ടു പോകുന്നതിനേക്കാൾ എനിക്കിഷ്ടം. കാരണം പ്രണയത്തിൽ അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ എൻ്റെ ഹൃദയം മുഴുവൻ എന്ത് ചെയ്യും? അവൻ്റെ അടിമവേല ചെയ്യുന്നവനായി മാറും. അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ പിന്നെ ഹൃദയം ഉണ്ടാവില്ല. എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ചിന്ത ആരെക്കുറിച്ചായിരിക്കും? അവളെക്കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ അവനെക്കുറിച്ചായിരിക്കും. അള്ളാഹുവിനെക്കുറിച്ച് പൂർണ്ണമായും എന്നെ അശ്രദ്ധനാക്കി കളയും. എന്നാൽ ഒരു പാപമാണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും? പാപം ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഖേദം വരും, തൗബ ചെയ്യും, മടങ്ങാൻ സാധിക്കും. പക്ഷെ ഈ പറയുന്ന പ്രണയത്തിലകപ്പെട്ട് കഴിഞ്ഞാലോ അത് സാധിക്കൂല, വലിയ അപകടത്തിൽ പെടും. രണ്ടും പാടില്ലാത്തത് തന്നെയാണ്, രണ്ടും അപകടം തന്നെയാണ്. പക്ഷെ കൂടുതൽ അപകടം ഏതാണ്? പ്രണയമാണ് എന്നുള്ളതാണ്. എന്നിട്ട് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, വദവാഉ ഹാദദ്ദാഇൽ ഖത്താൽ, ഈ നാശകാരിയായ ഈ രോഗത്തിന്റെ ചികിത്സ, അതിന്റെ മരുന്ന് എന്താണ്? പ്രധാനപ്പെട്ട 1-2 മരുന്നാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. ഒന്ന്, അൻ യഅരിഫ അന്നമാ ഉബ്തുലിയ ബിഹി മിൻ ഹാദദ്ദാഇൽ മുദാദ് ലിത്തൗഹീദി ഇന്നമാ ഹുവ മിൻ ജഹ്ലിഹി വഗഫലതി ഖൽബിഹി അനില്ലാഹി തആല. എപ്പോഴാണ് ഈ രോഗം ഒരാൾക്ക് പിടിപെടുന്നതെന്ന് അറിയാമോ? ഇതുകൊണ്ട് ഒരാൾ പരീക്ഷിക്കപ്പെടുന്നത്, അതായത് ഈ രോഗത്തിന്റെ പ്രത്യേകത മുദാദ് ലിത്തൗഹീദ്. എന്താണത്? തൗഹീദിന് നേരെ വിപരീതമാണ്. അങ്ങനെയുള്ള ഈ രോഗം കൊണ്ട് ഒരാൾ പരീക്ഷിക്കപ്പെടുന്നത്, അതിന് കാരണം അള്ളാഹുവിനെ കുറിച്ചുള്ളതായ അവന്റെ ഹൃദയത്തിലുള്ള ഗഫലത്താണ്, അശ്രദ്ധയാണ്. അതേപോലെ അള്ളാഹുവിനെ കുറിച്ചുള്ളതായ അജ്ഞതയാണ്, ജഹിലാണ്. ഇതാണ് ഒരാളെ എന്ത് ചെയ്യുന്നത്? ഇതിൽ അകപ്പെടുത്തുന്നത്, ഈ രോഗം പിടിപെടാൻ സാധിക്കും. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, ഒരാൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവന് ഏറ്റവും ആസ്വാദ്യകരമായ അനുഭൂതി എന്താണ്? അതാണോ? അള്ളാഹുവിനെ കാണലാണ്. അള്ളാഹുവിനെ കാണലാണ്
ഏറ്റവും അനുഭൂതി. നമ്മളിപ്പോൾ പല പല കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് രസം ഉണ്ടാവുമല്ലോ. ഒരാൾക്ക് ഏറ്റവും കൂടുതൽ രസം ഉണ്ടാവും സ്വർഗത്തിൽ കയറി കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം കിട്ടുന്നതാണ്. പക്ഷേ അതിനേക്കാളെല്ലാം ഒരാൾ ഏറ്റവും രസിക്കുന്നത്, സന്തോഷം കിട്ടുന്നത് അള്ളാഹുവിനെ കാണുമ്പോഴാണെന്നാണ്. അപ്പോൾ അള്ളാഹുവിനെ കുറിച്ച് ഒരാൾ യഥാവിധം പഠിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനോട് ഇഷ്ടമുണ്ടാവും. അള്ളാഹുവിനോടുള്ള ഇഷ്ടം ഒരാളുടെ മനസ്സിലുണ്ടെങ്കിൽ അതിലേക്ക് നിഷിദ്ധമായ ഇഷ്ടം വരൂല. ഏതെങ്കിലും ഒരു ഇഷ്ടമേ മനസ്സിലുണ്ടാവുള്ളൂ, രണ്ടിഷ്ടം ഉണ്ടാവില്ല. ഒന്നുകിൽ അള്ളാഹുവിനോടുള്ള ഇഷ്ടം, അവൻ ഇഷ്ടപ്പെടാൻ പറഞ്ഞവകളോടുള്ള ഇഷ്ടം. അവൻ ഇഷ്ടപ്പെടാൻ പറഞ്ഞവരുണ്ട്, മലായിക്കത്ത്, അമ്പിയാക്കൾ, സ്വാലിഹീങ്ങൾ, സുദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വഹാബികൾ, അവരോടെല്ലാം ഇഷ്ടം വേണം. അതേപോലെ അവൻ ഇഷ്ടപ്പെടാൻ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങളുണ്ട്, നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, മാതാപിതാക്കളെ അനുസരിക്കൽ, അതേപോലെ തന്നെ അതിഥികളെ ആദരിക്കൽ, അയൽവാസികളോടുള്ള, ഇതെല്ലാം അള്ളാഹു പറഞ്ഞിരിക്കുന്നതാണ്, ഇഷ്ടപ്പെടാൻ പറഞ്ഞിരിക്കുന്നതാണ്. ഒന്നുകിൽ ഈ ഇഷ്ടമായിരിക്കും അവൻ്റെ ഹൃദയത്തിലുള്ളത്, അല്ലെങ്കിൽ നിഷിദ്ധമാക്കപ്പെട്ട ഇഷ്ടമായിരിക്കും. നിഷിദ്ധമാക്കപ്പെട്ട ഇഷ്ടം ഒരാളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞിട്ടുണ്ടാവില്ല, ഏതെങ്കിലും ഒന്നേ മനുഷ്യ ഹൃദയത്തിൽ ഉണ്ടാവൂ. ഒന്നുണ്ടെങ്കിൽ മറ്റൊന്നിനെ പുറത്താക്കും, ഇതാണുള്ളെങ്കിൽ ഇതെന്ത് ചെയ്യും, അടുത്തതിനെ പുറത്താക്കും. അപ്പോൾ ഒന്നാമത്തെ കാരണം എന്താണ്? അള്ളാഹുവിനെ കുറിച്ചുള്ള അശ്രദ്ധയും അജ്ഞതയുമാണ്. ഇതാണ് ഒരാളെ പ്രണയത്തിൽ അകപ്പെടുത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണം? അള്ളാഹുവിനെ കുറിച്ച് പഠിക്കണം. അവൻ്റെ സുന്ദരങ്ങളായ അസ്മാകളുണ്ട്, സിഫാത്തുകളുണ്ട്, ഇതിനെക്കുറിച്ച് പഠിക്കലാണ് ഏറ്റവും ഉത്തമമായ മാർഗം. അതുകൊണ്ട് ഫഅലൈഹി അൻ യഅരിഫ തൗഹീദ റബ്ബിഹി വസുന്നതഹു അവ്വലൻ. ഒന്നാമതായി അവൻ തൗഹീദ് പഠിക്കണം, അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങളെ പഠിക്കണം. തൗഹീദ് പഠിക്കണം, അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങൾ, സുന്നത്തുകൾ പഠിക്കണം. ലോക ചരിത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അറിയാം, നൂഹ് അലൈഹിസ്സലാം മുതൽ ഇങ്ങോട്ട് അള്ളാഹുവിനെ സ്നേഹിക്കുകയും അള്ളാഹുവിൻ്റെ ഇഷ്ടങ്ങളെ സ്നേഹിക്കുകയും ചെയ്ത ആളുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതിന് നേരെ വിപരീതമായി സൃഷ്ടികൾക്ക് ഈ സ്നേഹം കൊടുത്ത ആളുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? നഷ്ടപ്പെട്ടിട്ടുണ്ട്. നൂഹ് അലൈഹിസ്സലാം മുതൽ ഇങ്ങോട്ട് ഏത് ചരിത്രം എടുത്തു നോക്കി കഴിഞ്ഞാലും അതാണ് അള്ളാഹുവിൻ്റെ സുന്നത്ത്, നടപടിക്രമം അതാണ്. അള്ളാഹുവിനെ അനുസരിച്ചവർ വിജയിച്ചിട്ടുണ്ട്, അള്ളാഹുവിനോട് ധിക്കാരം കാണിച്ചവർ പരാജയപ്പെട്ടിട്ടുണ്ട്. അതാണ് അള്ളാഹുവിൻ്റെ സുന്നത്ത്, നടപടിക്രമം. ഇത് മനസ്സിലാക്കലാണ്. ഇങ്ങനെ തൗഹീദ് മനസ്സിലാക്കിയാൽ, അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, പിന്നീട് അവൻ ഹൃദയം കൊണ്ട് ചെയ്യുന്ന ഇബാദാത്തുകൾ, അതേപോലെ അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന ഇബാദാത്തുകൾ ചെയ്യണം. ബിമാ യശ്ഗലു ഖൽബഹു അൻ ദവാമിൽ ഫിക്റതി ഫീ. എന്താണ് അതിന്റെ ഗുണം? അങ്ങനെ ചെയ്താൽ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ എപ്പോഴും അവൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകും. അപ്പോൾ തെറ്റായ ചിന്തകൾ എന്ത് ചെയ്യൂല, മനസ്സിലേക്ക് വരികയില്ല. വയുക്സിറു ലജഅ വത്തദറുഅ ഇലല്ലാഹി സുബ്ഹാനഹു ഫീ സർഫി ദാലിക അൻ. മൂന്നാമത്തെ കാര്യം അള്ളാഹുവിനോട് നിരന്തരം ദുആ ചെയ്തുകൊണ്ടിരിക്കുക, അള്ളാഹുവിൽ അഭയം ചോദിച്ചുകൊണ്ടിരിക്കുക. ഈ തിന്മയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ചോദിച്ചുള്ളൂ. 3 കാര്യം പറഞ്ഞു. ഒന്നെന്താണ്? തൗഹീദ് പഠിക്കുക, സുന്നത്ത് അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക, അസ്മാ സിഫാത്തുകൾ പഠിക്കലാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? ആന്തരികവും ബാഹ്യവുമായ ഇബാദാത്തുകൾ ചെയ്യുക. മൂന്നാമത്തെ കാര്യം അള്ളാഹുവിനോട് ദുആ ചെയ്യുക. യൂസുഫ് അലൈഹിസ്സലാം ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇതാണ്. അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്തിന്, തൗഹീദിനെ മനസ്സിലാക്കിയതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഖുർആൻ പറയുന്നുണ്ട്, വലൈസ ലഹു ദവാഉൻ അൻഫഉ മിനൽ ഇഖ്ലാസു ലില്ലാഹ്. അതേപോലെ തന്നെ ഏറ്റവും ഉപകാരപ്രദമായ ചികിത്സ ഇഖ്ലാസ് ഉണ്ടാവുക എന്നുള്ളതാണ്. വഹുവ ദവാഉ അല്ലദീ ദക്കറഹു അല്ലാഹു ഫീ കിതാബി. ഇത് അള്ളാഹു പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്ന മരുന്നാണ്, ചികിത്സയാണ്. യൂസുഫ് അലൈഹിസ്സലാമിന്റെ ചരിത്രം പറഞ്ഞെടുത്ത് അള്ളാഹ് പറഞ്ഞത് കാണാം, കദാലിക ലിനസ്രിഫ അൻഹു സൂഅ വൽ ഫഹ്ഷ. ഇപ്രകാരം തിന്മകളിൽ നിന്ന്, മ്ലേച്ഛകൃത്യങ്ങളിൽ നിന്ന് നാം അദ്ദേഹത്തെ എന്ത് ചെയ്തു? രക്ഷപ്പെടുത്തി, തിരിച്ചുവിട്ടു. ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ. കാരണം എന്താ? അദ്ദേഹം ഇഖ്ലാസുള്ളവരിൽപ്പെട്ടവരായിരുന്നു. ഇഖ്ലാസാണ് ഒരാളെ രക്ഷപ്പെടുത്തുക. നല്ല നിഷ്കളങ്കത വേണം, അള്ളാഹുവിനെ കുറിച്ചുള്ള യഥാർത്ഥ ബോധം വേണം, അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം കാക്ഷിക്കുന്നവനാകണം. ഭൗതിക നേട്ടങ്ങളായിരിക്കാൻ പാടില്ല ഒരാളുടെ ലക്ഷ്യം. എന്നാൽ എന്ത് ചെയ്യും? അള്ളാഹുവിനെ രക്ഷപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തിയത് എന്താണ്? ഇതാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള യഥാർത്ഥ ചിന്തയാണ്. പിന്നെ ഹൃദയം ഒരിക്കലും കാലിയാക്കി ഇടാൻ പാടില്ല. കാലിയായി കിടക്കുന്ന ഹൃദയത്തിലേക്കാണ് എന്തുണ്ടാവുക?
മോശപ്പെട്ട ചിന്തകൾ വരിക. ഒരു കവി പറഞ്ഞത് കാണാം, അതാനി ഹവാഹ ഖബ്ല അൻ അഅരിഫൽ ഹവ. ഹൃദയത്തിന്റെ മോശപ്പെട്ട ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു. എന്താണ് മോശപ്പെട്ട ചിന്ത എന്ന് പോലും അറിയാത്ത കാലത്ത്. ഫസാദഫ ഖൽബൻ ഖാലിയൻ ഫതമക്കന. അങ്ങനെ വന്നപ്പോൾ എൻ്റെ ഹൃദയം കാലിയാണ്, ശൂന്യമാണ്. അതിനെയാണ് ഇത് കണ്ടുമുട്ടിയത്, ഈ ഹവ. അപ്പം എന്ത് ചെയ്തു? അത് അവിടെ ഉറച്ചു. അപ്പോൾ ഹൃദയം ശൂന്യമാക്കിയിടാതിരിക്കുക. ഹൃദയത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റുകൾ ഉണ്ടാവുക, ഖുർആൻ ഉണ്ടാവുക, സുന്നത്തുകൾ ഉണ്ടാവുക, ദുആകൾ ഉണ്ടാവുക, നല്ല നല്ല ചിന്തകൾ ഉണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യൂല? മോശപ്പെട്ട ചിന്തകൾ വരികയില്ല. ഹൃദയത്തെ വെറുതെ ഇടാൻ പാടില്ല. അതിനെന്ത് ചെയ്യണം? അതിനെന്തെങ്കിലും പണി കൊടുത്തുകൊണ്ടിരിക്കണം. വെറുതെ ഇരിക്കുന്ന പരിപാടി ഉണ്ടാവാൻ പാടില്ല. എന്നിട്ട് ഇമാം അവர்கள் പറയാണ്, വൽ യഅലമിൽ ആഖിലു, ബുദ്ധിയുള്ള ആൾ അറിയട്ടെ, അന്നൽ അഖ്ല വശർഅ യൂജിബാനി തഹ്സീലൽ മസാലിഹി വതക്മീലഹ. ബുദ്ധിപരമായിട്ട് ഒരാൾക്ക് ഇങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാമെന്നാണ് പറയണത്. ബുദ്ധിയാകട്ടെ ശരീഅത്തിന്റെ നിയമങ്ങളാകട്ടെ, ഇതിനൊരു അടിസ്ഥാനമുണ്ട്, ഒരു തത്വമുണ്ട്. എന്താണെന്ന് അറിയാമോ? അള്ളാഹു ഏതൊരു നിയമം മനുഷ്യന് മുന്നിൽ വെക്കുന്നുവോ അത് ഒരു നന്മ കൊണ്ടുവരുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു നന്മയെ പൂർണ്ണമാക്കുന്നതായിരിക്കും. ഏത് നിയമം എടുത്താലും അങ്ങനെയാണ്. അള്ളാഹുവിൻ്റെ ശരീഅത്തിൽ ഏത് നിയമം എടുത്താലും അങ്ങനെയാണ്. നിങ്ങളിപ്പോൾ ഫിഖ് പഠിക്കുന്നവരുണ്ടാവും. കിതാബ് ത്വഹാറത്ത് മുതൽ ഇങ്ങനെ പോയി ഇബാദാത്തുകൾ കഴിഞ്ഞ് മുആമലാത്തുകൾ, കച്ചവടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നിക്കാഹുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതേപോലെ തന്നെ അവസാനം വരുന്ന ഹുദൂദുകൾ, ശിക്ഷാ നടപടിക്രമങ്ങൾ, ക്രിമിനൽ നിയമങ്ങൾ, ഇത് ഏത് നിയമങ്ങളെടുത്തോ അതെല്ലാം തന്നെ ഒരു നന്മ കൊണ്ടുവരുന്നതായിരിക്കും, അല്ലെങ്കിൽ ഉള്ള നന്മയെ എന്ത് ചെയ്യുന്നതായിരിക്കും? കൂടുതൽ മികച്ചതാക്കുന്നതായിരിക്കും. അതല്ലെങ്കിൽ അദാമൽ മഫാസിദി വ തഖ്ലീലഹ, ഒരു നാശത്തെ ഇല്ലാതെയാക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഉള്ള നാശത്തെ കുറയ്ക്കുന്നതായിരിക്കും. ഇസ്ലാമിൽ ഏത് നിയമം എടുത്താലും ഇതുണ്ടാവും. ഇതില്ലാത്തൊരു നിയമം ഇസ്ലാമിലില്ല. അതില്ലാത്ത നിയമങ്ങൾ ആരെങ്കിലും പറയുന്നുണ്ട് എങ്കിൽ അത് ഇസ്ലാമല്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഇപ്പോൾ ചില ആളുകൾ പറയും സ്ത്രീകൾ മുഖം തുറന്നിടുന്നത് ഇസ്ലാമികമല്ല എന്ന് പറയും. അപ്പോൾ നമ്മൾ നോക്കണം അതിൻ്റെ മഫ്സദത്ത് എന്താണ്, മസ്ലഹത്ത് എന്താണ്. മറച്ചു കഴിഞ്ഞാൽ നന്മയാണോ വരിക, അതല്ല തിന്മയാണോ വരിക? ഇസ്ലാമിക നിയമമാണെങ്കിൽ അതിൽ നിന്നുണ്ടാവും, നന്മ കൊണ്ടുവരുന്നതായിരിക്കും, തിന്മയെ തടുക്കുന്നതായിരിക്കും. ഏത് നിയമം എടുത്താലും അതുണ്ടാവുള്ളൂ. അതല്ലാത്ത ഒരു നിയമം ഒരാൾ പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ച് ഇടകലർന്ന് എന്ത് ചെയ്യുക, പഠിക്കുക, പ്രോഗ്രാം നടത്തുക എന്ന്, അത് കുഴപ്പമില്ലെന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഇത് നന്മയാണോ കൊണ്ടുവരുന്നത്, അതല്ല തിന്മയാണോ കൊണ്ടുവരുന്നത്? ഇസ്ലാമിക നിയമമാണെങ്കിൽ അതിൽ നിന്നുണ്ടാവും, നന്മയുണ്ടാവും. അതല്ല എങ്കിൽ അത് തിന്മയുണ്ടാവും. അപ്പോൾ ഒരു കാര്യം ഇസ്ലാമാണോ അതല്ല കുഫറാണോ അനിസ്ലാമികമാണോ എന്ന് മനസ്സിലാക്കിയ ഏറ്റവും നല്ല പണി എന്താ? അത് നന്മ കൊണ്ടുവരുന്നുണ്ടോ, അല്ലെങ്കിൽ ഉള്ള നന്മയെ കൂടുതൽ മികച്ചതാക്കുന്നുണ്ടോ, അതല്ല ഒരു തിന്മ കൊണ്ടുവരുന്നതാണോ, അല്ലെങ്കിൽ ഉള്ള തിന്മയെ കുറയ്ക്കുന്നതാണോ, തിന്മയെ തടുക്കുന്നതാണോ, അല്ലെങ്കിൽ തിന്മയെ ഇല്ലാതെയാക്കുന്നതാണോ എന്ന് നോക്കാം. അങ്ങനെയാണ് ഇസ്ലാമാണ്. അപ്പോൾ ഇതാ അറളിൽ ആഖിരി അംറുൻ, ഒരു ബുദ്ധിയുള്ള ഒരു മനുഷ്യന്റെ മുന്നിൽ ഒരു കാര്യം വന്നു. യറാ ഫീഹി മസ്ലഹത്തൻ വ മഫ്സദ, അവൻ അതിൽ ചില നന്മകളും കാണുന്നുണ്ട്, ചില തിന്മകളും കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ബുദ്ധിയുള്ള ആളാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ നിർബന്ധമാണ്. ഒന്ന് അംറുൻ ഇൽമിയുൻ, ചില കാര്യങ്ങൾ അവൻ മനസ്സിലാക്കണം. രണ്ട് അംറുൻ അമലിയുൻ, ചില കാര്യങ്ങൾ അവൻ പ്രവർത്തിക്കണം. മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? മഅരിഫത്തുർ റാജിഹി മിൻ തർഫയിൽ മസ്ലഹത്തി വൽ മഫ്സദ. ഒരു കാര്യം, ആ കാര്യത്തിൽ നന്മയുമുണ്ട് തിന്മയുമുണ്ട്. നന്മയാണോ തിന്മയാണോ കൂടുതൽ പ്രബലമായത് എന്ന് നോക്കണം. ഞാൻ ഈ കാര്യം ചെയ്താൽ എനിക്ക് കൂടുതൽ നന്മയാണോ ഉണ്ടാവുക, അതല്ല തിന്മയാണോ ഉണ്ടാവുക? ഇത് മനസ്സിലാക്കണം, തിരിച്ചറിയണം. ഇതാണ് മനസ്സിലാക്കേണ്ട കാര്യം. ഫഇദാ തബയ്യന ലഹു റുജ്ഹാനു വജബ അലൈഹി ഈസാറുൽ അസ്ലഹി ലഹു. പിന്നെ മനസ്സിലായി ഞാൻ ഇന്നത് ചെയ്താൽ കൂടുതൽ നന്മയാണ് ഉണ്ടാവുക, അങ്ങനെ എന്ത് ചെയ്യണം? അതിന് പ്രാധാന്യം കൊടുക്കണം. അതല്ല ഇത് ചെയ്താൽ കൂടുതൽ തിന്മയാണ് എനിക്ക് ബാധിക്കുക എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? അതിലേക്ക് നിൽക്കരുത്. വമിനൽ മഅലൂം, അറിയപ്പെട്ട കാര്യമാണ്, അന്നഹു ലൈസ ഫീ ഉഷ്ഖി സുവരി, പ്രണയത്തിൽ ഇല്ല മസ്ലഹത്തുൻ ദീനിയത്തുൻ വലാ ദുനിയവിയ്യ. ഒരാൾ പ്രണയിച്ചാൽ ദീനിയായിട്ടും ഒരു ഗുണവുമില്ല, ദുനിയാവിൽ എന്തെങ്കിലും ഗുണമുണ്ടോ? അതുമില്ല, ഒരു നന്മയുമില്ല.
ബൽ മഫ്സദതുഹു ദീനിയ വദ്ദുനിയവിയ അദ്ആഫി മാ യുഖദ്ദറു ഫീഹി മിനൽ മസ്ലഹ. എന്തെങ്കിലും ചെറിയ താൽക്കാലിക സുഖം ഉണ്ട് എന്ന് സങ്കല്പിച്ചാൽ തന്നെ അത് മുഖേന ഉണ്ടാകുന്നതായ നാശം വലിയ ഇരട്ടി നാശമാണ് എന്നുള്ളതാണ്. ബുദ്ധിയുള്ള ഒരാൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ്. അവന്റെ മുന്നിൽ ഒരു പ്രശ്നം വന്നു, ഇതിൽ നന്മയാണോ ഉള്ളത് തിന്മയാണോ ഉള്ളത് നോക്കണം. പ്രണയത്തിന്റെ കാര്യത്തിൽ ദുനിയാവിലും അതേപോലെ തന്നെ ദീനിലും ഒരു നന്മയും തന്നെ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നന്മയില്ല എന്ന് മാത്രമല്ല, അത് മുഖേന ഉണ്ടാകുന്ന നാശമാകട്ടെ താൽക്കാലികമായി എന്തെങ്കിലും നന്മയുണ്ട് എന്ന് സങ്കല്പിച്ചാൽ തന്നെ അതിനേക്കാളെല്ലാം ഇരട്ടി എന്തേ ഉള്ളൂ? തിന്മയേ ഉള്ളൂ, ദുനിയാവിലും ആഖിറത്തിലും. ഇത് വ്യത്യസ്ത തലങ്ങളുണ്ട്. എന്നിട്ട് പ്രധാനപ്പെട്ട ചില അപകടങ്ങൾ എണ്ണി പറയുകയാണ് ഇബ്നുൽ ഖയ്യിം. ഒന്നാമത്തേത് അൽ ഇഷ്തിഗാലു ബിഹുബ്ബിൽ മഖ്ലൂഖ്. പ്രണയം മുഖേന സംഭവിക്കുന്നത് സൃഷ്ടികളെ സ്നേഹിക്കുന്നതിൽ ഒരാൾ മുഴുകും. സൃഷ്ടികളോടുള്ള സ്നേഹത്തിൽ അവൻ മുഴുകും. വദിക്രി, അവനെക്കുറിച്ചുള്ള ഓർമ്മ. അൻ ഹുബ്ബിർ റബ്ബി തആല വദിക്രി, അള്ളാഹുവിനോടുള്ള സ്നേഹവും അള്ളാഹുവിനോടുള്ള ദിക്റും മാറ്റിവെക്കും. എന്നിട്ട് അവൻ എന്ത് ചെയ്യും? സൃഷ്ടികളെ സ്നേഹിക്കുകയാണ് ഉണ്ടാവുക. പ്രണയത്തിലകപ്പെട്ടാണ് അതുണ്ടാവുക. അള്ളാഹുവിനോടുള്ള സ്നേഹം എന്ത് ചെയ്യും? ഇല്ലാതെയാകും. പകരം എന്തു വരും? സൃഷ്ടികളോടുള്ള സ്നേഹത്തിലായിരിക്കും അവൻ്റെ പൂർണ്ണമായ സമയം. എപ്പോഴും അവൻ്റെ ചിന്ത ഏതായിരിക്കും? ഒരു നേരം അവനെ കാണാണ്ടിരുന്ന പ്രശ്നമാണ്, കുറച്ച് സമയം അവളെ കാണാതിരുന്ന പ്രശ്നമാണ്, അവൾ കോൾ വന്നില്ലെങ്കിൽ പ്രശ്നമാണ്, മെസ്സേജ് കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാണ്. പല രീതിയിലുള്ള പ്രശ്നങ്ങളായിരിക്കും. ഇവൻ്റെ സ്നേഹം മുഴുവൻ എന്തായിരിക്കും? അപ്പോൾ ഇവൻ്റെ കാലം കഴിഞ്ഞു പോവുകയാണ്. അതിനിടയിലായിരിക്കും അവൻ മരിച്ചു പോണത്. ഫലാ യജ്തമിഉ ഫിൽ ഖൽബി ഹാദാ വഹാദാ. സൃഷ്ടാവിനോടും സൃഷ്ടിയോടുമുള്ളതായ സ്നേഹം ഹൃദയത്തിൽ ഒരുമിച്ച് കൂടുകയില്ല. ഇല്ല വയഖ്ഹറു അഹദുഹുൽ ആഖർ, ഒന്ന് വേറൊന്നിനെ അതിജയിച്ചിട്ടല്ലാതെ. വയകൂനു സുൽത്താനു വൽ ഗലബതു ലഹു, എന്നിട്ട് എന്ത് ചെയ്യും? മറ്റത് അതിനെ തോൽപ്പിച്ചിട്ട് ഇത് അധികാരം നേടിയെടുക്കും. ഏതാണെങ്കിലും ഒന്നേ ഉണ്ടാവുകയുള്ളൂ. ഒന്നുകിൽ സൃഷ്ടാവിനോടുള്ള സ്നേഹമായിരിക്കും, അല്ലെങ്കിൽ സൃഷ്ടിയോടുള്ള സ്നേഹമായിരിക്കും. അപ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ അവൻ്റെ മനസ്സിൽ നഷ്ടപ്പെട്ടു. ഇതാണ് സംഭവിക്കുക. അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റാണ് ഒരു മനുഷ്യന്റെ മനസ്സിൽ എന്തുണ്ടാവുക? സമാധാനം ഉണ്ടാവുക. സൃഷ്ടികളെ കുറിച്ചാണ് എപ്പോഴും സ്മരണ, എങ്കിലും എന്തുണ്ടാവും? നാശമാണ് ഉണ്ടാവുക. ഇതാണ് ഒന്നാമത്തെ അപകടം. രണ്ടാമത്തെ അപകടം അദാബു ഖൽബിഹി ബിമഅശൂഖി. ഇവൻ പ്രണയിക്കുന്ന സ്നേഹിക്കുന്ന ആ സ്നേഹിതനെ കൊണ്ട് അല്ലെങ്കിൽ സ്നേഹിതയെ കൊണ്ട് ഇവന്റെ ഹൃദയം ശിക്ഷിക്കപ്പെടും. ശിക്ഷ ഉറപ്പായിട്ടും ഇവൻ കിട്ടും. فإن من أحب شيئا غير الله عذب به ولا بد. അള്ളാഹുവിന് പുറമെ ഒരാൾ വേറൊരു വസ്തുവിനെ സ്നേഹിച്ചോ തീർച്ചയായും അവൻ ശിക്ഷിക്കപ്പെടും. അള്ളാഹു പറയാത്തതായ സ്നേഹമാണെങ്കിൽ, നിഷിദ്ധമായ സ്നേഹമാണെങ്കിൽ അത് മുഖേന എന്ത് ചെയ്യും? ശിക്ഷിക്കപ്പെടും. ഏതുപോലെ? കമാഖീൽ, ഒരു കവി പറഞ്ഞതുപോലെ, ഫമാ ഫിൽ അർളി അഷ്ഖാ മിൻ മുഹിബ്ബിൻ വഇൻ വജദൽ ഹവാ ഹുൽവൽ മദാഖി. ഭൂമുഖത്ത് പ്രണയിക്കുന്നവനേക്കാൾ വലിയ നിർഭാഗ്യവാനില്ല, നഷ്ടത്തിലുള്ളവനില്ല. വഇൻ വജദൽ ഹവാ ഹുൽവൽ മദാഖി. അവന്റെ ഇച്ഛ ചിലപ്പോൾ എന്ത് ചെയ്യും? ഇതിന്റെ ഈ സ്നേഹത്തിന്റെ ചില രുചികളെല്ലാം, അതിന്റെ മാധുര്യമെല്ലാം ആസ്വദിച്ചാലും ശരി, തറാഹു ബാക്കിയൻ, അവൻ കരയുന്നതായിട്ട് നിനക്ക് അവനെ കാണാം. ഫീ കുല്ലി ഹീൻ, എപ്പോഴും കരച്ചിലായിരിക്കും. മഖാഫത ഫുർഖത്തിൻ ഔ ലിഷ്തിയാഖിൻ, ഒന്നുകിൽ അവൾ വേർപെട്ടു പോകുമോ എന്നുള്ള പേടിച്ചിട്ടായിരിക്കും കരയുന്നത്, അല്ലെങ്കിൽ വന്നു ചേരാനുള്ളതായ കരച്ചിലായി ഒന്നുകിൽ സന്തോഷം കൊണ്ടുള്ള കരച്ചിലായിരിക്കും, അല്ലെങ്കിൽ നഷ്ടപ്പെടുമോ എന്നുള്ള ദുഃഖം കൊണ്ടുള്ള കരച്ചിലായിരിക്കും. ഫയബ്കി ഇന്ന ഔ ഷൗഖൻ ഇലൈഹിം, അവൾ വിദൂരത്താണെങ്കിൽ അവളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് അവൻ കരയുന്നു. വയബ്കി ഇൻ ദനൗ ഖൗഫൽ ഫിറാഖി, അല്ല ഇനി അവൾ അല്ലെങ്കിൽ അവൻ അടുത്തുണ്ട് എങ്കിൽ നഷ്ടപ്പെട്ടു പോകുമോ എന്നോർത്തിട്ട് കരയുന്നു. ഫതസ്ഖാനു ഐനുഹു ഇൻദൽ ഫിറാഖി, വേർപിരിയുമോ അവന്റെ കണ്ണ് എന്ത് ചെയ്യുന്നു? കണ്ണുനീർ പൊഴിക്കുന്നു. വതസ്ഖാനു ഐനുഹു ഇൻദ സലാഖി, കണ്ടുമുട്ടുമ്പോൾ വീണ്ടും ചെയ്യുന്നു, കണ്ണുനീർ പൊഴിക്കുന്നു. എപ്പോഴും കരച്ചിൽ തന്നെ, ദുഃഖങ്ങളാണ്. والعشق وإن استعذبه العاشق فهو أعظم من عذاب القلب. ഈ ഇഷ്കിന് എന്നുണ്ട് ചെറിയ ചില മാധുര്യങ്ങളെല്ലാം ഉണ്ട് എങ്കിൽ തന്നെയും
അത് യഥാർത്ഥത്തിൽ എന്താണ്? ഹൃദയത്തെ വലിയ നാശത്തിലാണ്, ശിക്ഷയാണ്. അതായത് ഇവർക്ക് സന്തോഷിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് പ്രശ്നം. നമുക്ക് കാണാൻ പറ്റും, ഇതിൽ അകപ്പെട്ടിരിക്കുന്ന ആളുകളുടെ അവസ്ഥ കാണാൻ പറ്റും. ഇപ്പോൾ ഈ ട്രെയിനിലേക്ക് സഞ്ചരിക്കുന്ന നമുക്ക് നീർക്കാഴ്ചയാണ് പലപ്പോഴും. ഇതിൽ അകപ്പെട്ടിരിക്കുന്ന ആളുകളുടെ അവസ്ഥകൾ, അവരുടെ മുഖത്തിൻ്റെ എക്സ്പ്രഷനുകൾ എപ്പോഴും പ്രയാസങ്ങളാണ്, ടെൻഷനാണ്. ഒരിക്കലും ഈ ഒരു സമാധാനം നുകരാൻ അവർക്ക് സാധിക്കുകയില്ല എന്നുള്ളതാണ്. മൂന്നാമത്തെ അപകടം, അന്നൽ ആശിഖ ഖൽബഹു അഫീറു ഖബ്ലത്തി മഅശൂഖി. പ്രണയിക്കുന്നവൻ അവന്റെ ഹൃദയം ആരെയാണോ പ്രണയിക്കുന്നത് അവന്റെ തടവറയിലായിരിക്കും, അവന്റെ ജയിൽ പുള്ളിയായിരിക്കും ഇവൻ. യസൂമുഹുൽ ഹവാൻ, നിന്ദതയിലേക്ക് ഇവനെ കൊണ്ടെത്തിക്കും. വലാകിൻ ലിസക്രത്തിൽ ഇശ്ഖി ലാ യശ്ഉറു ബിമുസാബിഹി ഫഖൽബുഹു. പക്ഷെ ഇവൻ ഈ സ്നേഹത്തിന്റെ പ്രണയത്തിന്റെ ലഹരി ബാധിച്ചിട്ട് ഇവൻ അകപ്പെട്ടിരിക്കുന്ന ഈ നിന്ദതയെക്കുറിച്ച് എന്ത് ചെയ്യുന്നില്ല, അവൻ അറിയുന്നില്ല എന്നുള്ളതാണ്. ഇമാം ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുള്ളതിനെ വിശദീകരിക്കുന്നിടത്ത് നല്ല സുന്ദരമായ ഉദാഹരണം പറഞ്ഞിരുന്നുണ്ട്, എത്രത്തോളം ഇവൻ നിന്ദിനായിത്തീരുമെന്ന്. ഷെയ്ഖ് അവരോട് പറഞ്ഞെങ്ങനെയാണ്, ഒരാൾ ഒരു സ്ത്രീയെ പ്രണയിക്കുന്നു. സാധാരണ രീതിയിൽ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ ഒരാൾ ഒന്ന് തുമ്മി, അവൻ വായൊന്നും പൊത്തില്ല, നമ്മുടെ അടുത്ത് നിന്നിട്ടാണ് തുമ്മിയെ, എന്തുണ്ടാവും? വെറുപ്പുണ്ടാവും, വെറുപ്പുണ്ടാവും. ഒരാൾ വന്നിട്ട് കാർക്കിച്ചു തുപ്പി നമ്മുടെ മേത്തേക്ക്, എന്തായാലും ഒന്നുണ്ടാവും, അതിനേക്കാളും വലിയ ദേഷ്യം വരും. ഇവരൊരു സ്ത്രീയെ സ്നേഹിക്കുന്നു, ആ സ്ത്രീ ഇവന്റെ നേരം തുപ്പി. ഇവന് സ്നേഹമാണെങ്കിൽ ചിലപ്പോൾ സംഭവിക്കുന്നത് എന്താ പറയുമ്പോൾ ഇവൻ ആ തുപ്പലെടുത്തിട്ട് എന്ത് ചെയ്യും, കയ്യിലെല്ലാം പുരട്ടിയിട്ട് ചിലപ്പോൾ മെത്തെല്ലാം വെച്ചിരിക്കും. എത്രത്തോളം നിന്ദ്യനായി മാറും എന്നുള്ളതാണ്. അത്രയും അപകടമാണ്. ഒരാൾ എന്ത് ചെയ്യുന്നു, അവൻ പ്രണയിക്കുന്നവന്റെ അടിമയായി മാറുന്നു. അവരെന്തു പറയുന്നുവോ എന്ത് ചെയ്യുന്നുവോ അതൊക്കെ എന്ത് ചെയ്യാൻ, സഹിക്കാൻ, അത് ഉൾക്കൊള്ളാൻ പാകത്തിന് ഇവന്റെ മനസ്സെന്ത് ചെയ്തു, അടിമത്വം ബാധിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. അത്രയ്ക്കും അപകടമാണ്. പക്ഷെ ഇവന് അകപ്പെട്ടിരിക്കുന്ന ലഹരി മുഖേന എന്ത് ചെയ്യുന്നില്ല, ഇവനത് അറിയുന്നില്ല. ഏതുപോലെ ഒരു ഉദാഹരണം പറയുന്നത്, കൗസ്ഫൂറത്തിൻ ഫീ കഫ്ഫി തുഫ്ലിൻ യസൂമുഹാ ഹിയാവറദാ വത്ത്ഫ്ലു യൽഹു വയൽഅബു. ഒരു കുട്ടി ഒരു കുരുവിയെ എങ്ങനെ പിടിച്ചു, കുരുവിയെ പിടിച്ചിട്ട് കുട്ടിക്ക് നല്ല രസമാണ് അല്ലേ, കുട്ടി കുരുവിയെ പിടിച്ചു കഴിഞ്ഞാൽ അവൻ അതുകൊണ്ടെങ്കിൽ കളിക്കും, ചിരിക്കും, അതിനെക്കൊണ്ട് പല കളികൾ കളിപ്പിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ ഈ കുട്ടി, ഈ കുരുവി സ്വാതന്ത്ര്യം നേടിയിട്ടുണ്ടോ? കുരുവി അവിടെ മരിക്കാൻ പോവുകയാണ്, നാശത്തിന്റെ ഹൗലിലാണ് കുരുവിയുള്ളത്, അത് ഇവനറിയുന്നില്ല എന്നതുപോലെ ഇവനിങ്ങനെ അതിനെക്കൊണ്ട് കളിപ്പിക്കുകയാണ് എന്നതുപോലെ. അതുകൊണ്ട് പ്രണയിക്കുന്നവന്റെ ജീവിതം കെട്ടിയിടപ്പെട്ടതായ ജയിൽ പുള്ളിയുടെ ജീവിതം പോലെയാണ്. പ്രണയത്തിൽ നിന്ന് സ്വതന്ത്രനായവന്റെ ജീവിതം അഴിച്ചുവിടപ്പെട്ടതായ മൃഗങ്ങളെ പോലെയാണ്. അവന് ഇഷ്ടമുള്ളിടത്ത് പോയി മേയുന്നു, സ്വതന്ത്രമായി നടക്കുന്നു, ആരുടെയും കെട്ടുപാടുകളില്ല. മറ്റത് അവന്റെ ഇഷ്ടമായിരിക്കണം എന്റെ ഇഷ്ടം, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഇഷ്ടം മാത്രം നോക്കിയാൽ മതി. ഇതെന്ത് ചെയ്യും, ഇവനെ പോലുള്ള ഒരു സൃഷ്ടിയുടെ ഇഷ്ടത്തിന് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക, നടക്കുക. പല ആഷിഖു കമാ ഖീൽ, പ്രണയിക്കുന്നവൻ ഒരു കവി പറഞ്ഞതുപോലെയാണ്, ത്വലീഖുൻ ബിറഅയിൽ ഐനി വഹുവ അസീറു. നോക്കിക്കഴിഞ്ഞാൽ അവൻ സ്വതന്ത്രനാണ്, പക്ഷെ വഹുവ അസീറു, അവൻ എന്താണ്, അവൻ ബന്ധനസ്ഥനാണ്, ജയിലിലാണ് കഴിയുന്നത്. അലീലുൻ അലാ ഖുതുബിൽ ഹലാകി യദൂറു. ഈ പണ്ടുകാലത്ത് മറ്റേ വെള്ളം തേവി ഒഴിക്കുന്ന മൃഗങ്ങളെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ ഒരു ഇതിന്റെ ചുറ്റും കിടന്ന് ഇങ്ങനെ കറങ്ങും എന്നതുപോലെയാണ് ഇവൻ ഈ പ്രണയിക്കുന്നവന്റെ ചുറ്റും ഇങ്ങനെ കിടന്നിട്ട് എന്ത് ചെയ്യും, കറങ്ങും. അത് വിട്ടുപോകാൻ സാധിക്കൂല. ഇവൻ എന്താണ്, ഈ ബന്ധനസ്ഥനത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവൻ മരിച്ചവനാണ്, കണ്ടാൽ ജീവനുള്ളവനെ പോലെ തോന്നും, പക്ഷേ ഇവൻ ജീവനില്ല, ഇവന്റെ ഹൃദയം മരിച്ചവനാണ്. ഖിയാമത്ത് നാളെത്തിയാലല്ലാതെ ഇവന് ബോധം വെക്കുകയില്ല, ബോധത്തിന് ഹൃദയത്തിന് ഉണർവുണ്ടാവുകയില്ല. മരിക്കുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഓ ഞാൻ ഈ അപകടത്തിലായിരുന്നല്ലോ ഇത്രയും കാലം എന്നവന് മനസ്സിലാകണേ. എന്ത് ചെയ്യണം, ഖിയാമത്ത് നാളെത്തണം. ഈ പ്രണയത്തിന്റെ തീക്ഷ്ണത കൊണ്ട് അവന്റെ ഹൃദയം ചെയ്തിരിക്കുകയാണ്, ജീവിതത്തിന്റെ എല്ലാ സുഖങ്ങളും നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിൽ നിന്ന് അവൻ ഉണർത്തെഴുന്നേൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം, മരണം വരണം. മരണം വരുമ്പോഴും എന്ത് ചെയ്യുള്ളൂ, യഥാബോധം ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഇതാണ് മൂന്നാമത്തെ അപകടം. അവനെന്ത് ചെയ്യും,
സ്നേഹിക്കുന്നവന്റെ പ്രണയിക്കുന്നവന്റെ അടിമയായി മാറും. സ്വാതന്ത്ര്യം എന്താണെന്ന് തിരിച്ചറിയാൻ സാധിക്കുകയില്ല. ഇതിനു വേണ്ടിയിട്ട് അവന്റെ ഉപ്പനെ വെറുപ്പിക്കും, ഉമ്മയെ വെറുപ്പിക്കും, കൂട്ടുകാരെ വെറുപ്പിക്കും, എല്ലാവരുമായിട്ടും പ്രയാസങ്ങളായിരിക്കും, ദേഷ്യമായിരിക്കും, പ്രയാസങ്ങളായിരിക്കും, കുഴപ്പങ്ങളായിരിക്കും, ടെൻഷനുകളായിരിക്കും. നാലാമത്തെ പ്രശ്നം അന്നഹു യഷ്തഗിലു ബിഹി അൻ മസാലിഹി ദീനിഹി വദുനിയാ. വലിയ അപകടമാണ്. ആരാണോ പ്രണയത്തിൽ അകപ്പെട്ടത് ദീനിലും ദുനിയാവിലും ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യാനും അവന് സാധിക്കൂല. അവന്റെ ദുനിയാവും നഷ്ടപ്പെടും, ആഖിറവും നഷ്ടപ്പെടും. ഫലൈസ ശൈഉൻ അദിയഉ ലിമസാലിഹി ദീനി വദ്ദുനിയാ മിൻ ഇശ്ഖി സുവർ. ഒരാളുടെ ദീനും ദുനിയാവും നഷ്ടപ്പെടുത്തുന്ന, പാഴാക്കി കളയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? പ്രണയമാണ്. പ്രണയത്തിലകപ്പെട്ടാൽ ഒരാളുടെ ദീൻ നശിപ്പിക്കും, അവന്റെ കച്ചവടം നശിപ്പിക്കും, അവന്റെ ജോലി നശിപ്പിക്കും, അവന്റെ വ്യക്തിബന്ധങ്ങൾ നശിപ്പിക്കും, സകലം നശിപ്പിക്കും. ദുനിയാവില്ലാതെയാവും, അതോടൊപ്പം തന്നെ എന്തും ഇല്ലാതെയാവും, ആഖിറവും ഇല്ലാതെയാവും, ദീനും നഷ്ടപ്പെടും. എന്താണ് അങ്ങനെ പറയാൻ കാരണം? അമ്മാ മസാലിഹുദ്ദീനി, ഒരാൾക്ക് ദീനിന്റെ നന്മകൾ ലഭിക്കണമെങ്കിൽ ഫഇന്നഹാ മനൂതത്തുൻ ബിലമ്മി ശഅസിൽ ഖൽബി വഇഖ്ബാലി അലല്ലാഹ്. ഒരാൾക്ക് നല്ല രീതിയിൽ അള്ളാഹുവിലേക്ക് അടുക്കണം, ആത്മീയമായി നല്ല ഉന്നത സ്ഥാനത്തെത്തണം. അതിന് ഏറ്റവും നല്ല പണി എന്താ? അത് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് അവന്റെ ഹൃദയത്തിന്റെ ഏകോപനമാണ്. അല്ലെങ്കിൽ ബിലമ്മി ശഅസിൽ ഖൽബി, ഹൃദയത്തിന്റെ ചിന്തകൾ എന്ത് ചെയ്യുക? ഏകോപിപ്പിക്കുക. അതിനെന്താണ് പറയുക? നല്ല ഏകാഗ്രത ഉണ്ടാവുക. ഏകാഗ്രതയോടെ നമസ്കരിച്ചാൽ എന്ത് ചെയ്യും? കൂടുതൽ അള്ളാഹുലേക്ക് അടുക്കാൻ സാധിക്കും. എന്നാൽ ഒരാളുടെ മനസ്സിന്റെ ഏകാഗ്രത നശിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, പ്രണയമാണ്. ഒരാൾ പ്രണയത്തിലകപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ മനസ്സിന്റെ ഏകാഗ്രത നഷ്ടപ്പെട്ടു. ഏകാഗ്രത നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവന്റെ നമസ്കാരം ശരിയാവുകയില്ല, അവന്റെ നോമ്പ് ശരിയാവുകയില്ല, അവന്റെ സക്കാത്ത് ശരിയാവുകയില്ല, ഇബാദാത്തുകളെല്ലാം എന്ത് ചെയ്യും? ബാത്തിലാകും. അങ്ങനെ ദീൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അമ്മാ മസാലിഹുദ് ദുനിയാ ഫഹിയ താബിഅത്തുൻ ഫിൽ ഹഖീഖത്തി ലിമസാലിഹിദ് ദീൻ. ദുനിയാവ് നഷ്ടപ്പെടുന്നു പറഞ്ഞല്ലോ, ദുനിയാവിന്റെ നന്മകൾ ദീനിന്റെ നന്മകളുടെ താബിആണ്, അതിനെ പിന്തുടരുന്നവകളാണ്. ഫമൻ ഫറതത അലൈഹി മസാലിഹു ദീനി വളഅത അലൈഹി വമസാലിഹു ദുനിയാഹു അളിയു വളി. അപ്പോൾ ഒരാളുടെ ദീൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? അവന്റെ ദുനിയാവും ഇല്ലാതെയായി പോകും എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും. അപ്പോൾ ദീനും നഷ്ടപ്പെട്ടു, ദുനിയാവും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തും. ഇതാണ് നാലാമത്തെ അപകടം. അപ്പോൾ അവന് ജീവിതത്തിൽ എന്തുണ്ടാകാൻ സാധിക്കില്ല? ദുനിയാവിന്റെ ഏതെങ്കിലും നന്മകളും കിട്ടുകയില്ല, ആഖിറത്തിന്റെ നന്മകളും കിട്ടുകയില്ല. അഞ്ചാമത്തെ അപകടം അന്ന ആഫാത്തി ദുനിയ വൽ ആഖിറ അസ്റഉ ഇലാ ഉഷാഖി സുവരി മിനൻ നാരി ഫി യാബിസിൽ ഹതബ്. നല്ല ചൂടുള്ള വേനൽക്കാലത്ത് നല്ല ഉണങ്ങിയ മരങ്ങളുണ്ട്, അതിന് ചെറുതായിട്ടൊന്ന് തീ കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? ആളിപ്പടർന്ന് കത്തും വിറകുകൾ. ഇതേപോലെ അതിനേക്കാൾ വേഗതയിൽ പ്രണയം എന്ത് ചെയ്യും? ഒരു മനുഷ്യന്റെ ദുനിയാവിലും ആഖിറത്തിലും ആപത്തുകൾ കൊണ്ടുവരും, നാശങ്ങൾ കൊണ്ടുവരും എന്നുള്ളതാണ്. എന്താണ് അതിന് കാരണം? ഇമാം അവറുകൾ പറയാണ്, അന്നൽ ഖൽബ കുല്ലമാ ഖർബ മിനൽ ഇശ്ഖി, ഹൃദയം എത്രത്തോളം പ്രണയത്തിലേക്ക് അടുക്കുന്നുവോ, വഖവി ഇത്തിസാലുഹു ബിഹി, അതുമായിട്ടുള്ള ബന്ധം എത്ര ശക്തമാകുന്നുവോ, ബഅദ മിനല്ലാഹ്, എന്ത് സംഭവിക്കും? അള്ളാഹുവിൽ നിന്ന് അകന്നുപോകും. ഒരാൾ എത്രയധികം നിഷിദ്ധമായ പ്രണയത്തിലേക്ക് പോകുന്നുവോ അത്രയധികം എവിടെ നിന്ന് ദൂരത്താകും? അള്ളാഹുവുമായുള്ള ബന്ധം എന്ത് ചെയ്യും? വിട്ടുപോകും. ഇത് ഉറപ്പായ കാര്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടാളൊന്നേ സാധിക്കുകയുള്ളൂ. ഇവൻ പ്രണയത്തിൽ അകപ്പെടുന്നുണ്ടെങ്കിൽ അത് ശക്തിയാർജിക്കുന്നത് പോലെ എന്ത് ചെയ്യും? അള്ളാഹുവിൽ നിന്ന് അവൻ അകന്നുപോകും. പ്രണയിക്കുന്നവരുടെ ഹൃദയമാണ് അള്ളാഹുവിൽ നിന്ന് ഏറ്റവും അകന്ന ഹൃദയം എന്നുള്ളതാണ്. അള്ളാഹുവിൽ നിന്ന് ഒരു ഹൃദയം അകലം പാലിച്ചാൽ സ്വാഭാവികമായിട്ടും അതിലേക്കും വരും, അതിൽ വന്നിട്ട് മുട്ടും, ആപത്തുകൾ അതിന് വന്നിട്ട് മുട്ടും. വതവല്ലാഹു ഷൈത്വാൻ, എന്നിട്ട് ഹൃദയം ആരേറ്റെടുക്കും? ഷൈത്വാൻ ഏറ്റെടുക്കും. മിൻ കുല്ലി നാഹിയ, എല്ലാ ഭാഗത്തു നിന്നും അവന്റെ ഹൃദയം എന്ത് ചെയ്യും? ഷൈത്വാൻ ഏറ്റെടുക്കും. ഫഇന്ന ഷൈത്വാന യതവല്ല, അങ്ങനെ ഷൈത്വാൻ അവന്റെ അധികാരം
നേടിയെടുക്കും. വമൻ തവല്ലാഹു അദുവുഹു വസ്തൗല അലൈഹി ലം യദഅദൻ യുംകിനുഹു ഇസാലു ഇലൈഹി ഇല്ലാ ഉസല. നമ്മുടെ ശത്രു നമ്മുടെ അധികാരം നേടിയെടുത്താനുള്ള കാര്യം എന്താ? എവിടെയെല്ലാം നമുക്ക് അപകടം ഉണ്ടാക്കാൻ സാധിക്കും അതെല്ലാം എന്ത് ചെയ്യും? അവർ ചെയ്യും. നമ്മുടെ അധികാരം നമ്മുടെ ശത്രുവിൻ്റെ കയ്യിലാണെങ്കിലുള്ള അവസ്ഥ എന്താ? നമ്മൾ ധാരാളം വാർത്തകളൊക്കെയും കാണുന്നുണ്ട്. പല പല നിയമങ്ങൾ, NRC, പൗരത്വ നിയമം, വഖഫ് നിയമം, പല പല നിയമങ്ങൾ വരുന്നുണ്ട്. എന്തിനാണ്? നമ്മളെങ്ങനെയെങ്കിലും അപകടത്തിൽപ്പെടുത്താൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ശത്രുക്കൾ അത് ശ്രമിച്ചുകൊണ്ടിരിക്കും. ശൈത്വാനാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ അധികാരം ഏറ്റെടുക്കുന്നത്. എങ്കിലോ എന്തെങ്കിലും നന്മ ഉണ്ടാവോ? നമുക്കെന്തെങ്കിലും നന്മ ചെയ്യണമെന്ന് ശൈത്വാൻ വിചാരിക്കുമോ? ഒരിക്കലും വിചാരിക്കൂല. നമുക്ക് എന്തെല്ലാം ഷർറ് കൊണ്ടുവരാൻ സാധിക്കുമോ അതെല്ലാം എന്ത് ചെയ്യും? ശൈത്വാൻ ചെയ്യും. അപ്പോൾ പ്രണയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അള്ളാഹുവുമായുള്ള ബന്ധത്തിൽ നിന്ന് ഹൃദയം അകലും. അള്ളാഹുവുമായുള്ള ബന്ധത്തിൽ നിന്ന് അകന്നാൽ ആ ഹൃദയത്തിൽ പിന്നെ ആര് വരും? ശൈത്വാൻ വരും. ശൈത്വാനാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ അധികാരിയെങ്കിൽ എന്ത് ചെയ്യും? എന്തെല്ലാം നാശം നമ്മുടെ ഹൃദയത്തിന് വരുത്താൻ സാധിക്കും അതെല്ലാം എന്ത് ചെയ്യും? വരുത്തും. ശത്രു അധികാരത്തിലേറിയിരിക്കുന്ന ഒരു ഹൃദയത്തിന്റെ അവസ്ഥ എന്താണെന്ന് ഇനി ആലോചിച്ച് നോക്ക്. ഈ ശത്രുവാകട്ടെ സൃഷ്ടിയെ ഏറ്റവും വലിയ നാശത്തിൽ വഴിപിഴവിൽ കൊണ്ടെത്തിക്കാൻ ഏറ്റവും ആഗ്രഹിക്കുന്നവനാണ്. വബൗദ മിൻഹു വലിയു, മാത്രമല്ല ആ ഹൃദയത്തിന്റെ വലിയ അതിൽ നിന്ന് എന്ത് ചെയ്തു? അകന്നിരിക്കുന്നു. ഹൃദയത്തിന്റെ യഥാർത്ഥത്തിലുള്ള വലിയ ആരാണ്? അള്ളാഹുവാണ്. അവനാകട്ടെ അതിൽ അകന്നുപോയി. വമൻ ലാ സആദത ലഹു വലാ ഫറഹ വലാ സുറൂറ ഇല്ലാ ബിഖുർബിഹി വവിലായത്തി. അള്ളാഹുവിന്റെ അടുപ്പവും അവന്റെ വിലായത്തുമാണ് മനസ്സിന് സന്തോഷം നൽകുന്നത്, സമാധാനം നൽകുന്നത്. ഈ പറയുന്ന വലിയ നമ്മുടെ ഹൃദയത്തിൽ അകന്നുപോയി. എന്നിട്ട് ശത്രു എന്ത് ചെയ്തു? നമ്മുടെ ഹൃദയത്തിന്റെ അധികാരം ഏറ്റെടുത്തു. അങ്ങനെയുള്ള അവന്റെ അവസ്ഥ എന്തായിരിക്കും? അവൻ വലിയ വലിയ നാശത്തിലേക്ക് എന്ത് ചെയ്യും? കൂപ്പുകുത്തും എന്നുള്ളതാണ്. ആറാമത്തെ അപകടം, അന്നഹു ഇദാ തമക്കന മിനൽ ഖൽബി വസ്തഹ്കമ വഖവിയ സുൽത്താനു. പ്രണയം ഹൃദയത്തിന്റെ മേൽ സ്വാധീനം ചെലുത്തി, അതിന്റെ ഭരണം ഏറ്റെടുത്തു, അതിന്റെ അധികാരം ശക്തിയായി. എന്നാൽ അഫ്സദ ദിഹ്ന, എന്ത് ചെയ്യും? ബുദ്ധിയെ ഇല്ലാതെയാക്കി കളയും. വഅഹദസൽ വസ്വാസ്, ഹൃദയത്തിൽ പിന്നെ വസ്വാസുകൾ ഉണ്ടാകും. വറുബ്ബമ അൽഹഖ സാഹിബഹു ബിൽ മജാനീൻ, എന്നിട്ട് ഇവനെ എന്താക്കി മാറ്റും? ഭ്രാന്തനാക്കി മാറ്റും. അല്ലദീന ഫസദത് ഉഖൂലുഹും, ബുദ്ധി നശിച്ചതായ ഭ്രാന്തന്മാർ. ഫലാ യൻതഫിഊന ബിഹ, പിന്നെ ആ ബുദ്ധി കൊണ്ട് ഒരു ഗുണവും ഉണ്ടാവില്ല. വഅഖ്ബാറുൽ ഉശാഖി ഫീ ദാലിക മൗജൂദത്തുൻ ഫീ മവാളിഇഹാ, ഈ വിഷയത്തിൽ ധാരാളം പ്രണയിച്ച ആളുകളുടെ കഥകൾ എന്തുണ്ട്? ലഭ്യമാണ്. ബൽ ബഅദുഹാ മുശാഹദുൻ ബിൽ ഇയാൻ, നമ്മുടെ മുന്നിൽ തന്നെ കാണാൻ സാധിക്കും ധാരാളം ഭ്രാന്തന്മാരായി മാറിയ ആളുകളെ. വഅശ്റഫു മാ ഫിൽ ഇൻസാനി അഖ്ലു, ഒരു മനുഷ്യനിൽ ഉള്ള അവയവങ്ങളിൽ അല്ലെങ്കിൽ അവന്റെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? അഖ്ലാണ്, ബുദ്ധിയാണ്. വബിഹി യതമയ്യസു അൻ സായിരിൽ ഹയവാനാത്ത്, മറ്റുള്ള മൃഗങ്ങളിൽ നിന്ന് അവനെ വേർപെടുത്തുന്ന ഈ ബുദ്ധിയാണ്. ഫഇദാ ഉദിമ അഖ്ലഹു ഇൽതഹഖ ബിൽ ഹയവാനിൽ ബഹീം, ബുദ്ധി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ മൃഗങ്ങളെ പോലെയാകും. എന്നല്ല, ബൽ റുബ്ബമാ കാന ഹാലുൽ ഹയവാനി അസ്ലഹ മിൻ ഹാലി, ഹയവാന്റെ അവസ്ഥ ഇതിനേക്കാൾ മെച്ചായിരിക്കും. മൃഗങ്ങൾ ആരെങ്കിലും കരുതിക്കൂട്ടി അപകടത്തിൽ പോയി ചാടുമോ? അവിടെ പോയി കഴിഞ്ഞാൽ അപകടം ഉണ്ടാവുന്നുണ്ടാ, മൃഗം അങ്ങോട്ട് പോവുകയില്ല. അതിനേക്കാളും അതപ്പതിച്ചവനാകുമാര് ഭ്രാന്ത് പിടിച്ചവൻ. എത്രത്തോളം എന്നാൽ ഒരു പ്രണയത്തിലകപ്പെട്ടിരിക്കുന്ന ഒരു ഭ്രാന്തൻ പാടിയതിങ്ങനെയാണ്, ഖാലൂ ജുനീത ബിമൻ തഹ്വാ ഫഖുൽതു ലഹും, ആളുകൾ എന്നോട് പറയുകയാണ് നിനക്ക് ഭ്രാന്താണ് എന്ന്, പ്രണയം ബാധിച്ച് നിനക്ക് ഭ്രാന്ത് പിടിച്ചു എന്ന് ആളുകൾ എന്നോട് പറയുകയാണ്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, അൽ ഇഷ്ഖു അഅ്ളമു മിമ്മാ ബിൽ മജാനീൻ, പ്രണയം എന്നത് ഭ്രാന്തിനേക്കാൾ ഗുരുതരമായ കാര്യമാണ്. കാരണം എന്താ? അൽ ഇഷ്ഖു ലാ യസ്തഫീഖു ദഹറ സാഹിബു, പ്രണയം ബാധിച്ചു കഴിഞ്ഞാൽ കലാകാലം അവൻ എന്ത് ചെയ്യും? മണ്ടനായിട്ട് തുടരും, ഭ്രാന്തനായിട്ട് തുടരും. വ ഇന്നമാ യുസ്റഉൽ മജ്നൂനു ഫിൽ ഹീനി, ഭ്രാന്ത് പിടിച്ച ആളുകളാട്ടെ ഇടക്കിടക്കൊക്കെ എന്ത് ചെയ്യും? അവർക്ക് ബോധം വയ്ക്കും. ഭ്രാന്തന്മാരെപ്പോഴും ഭ്രാന്തന്മാരായിരിക്കില്ല, ഇടക്കൊക്കെ എന്തുണ്ടാവും? അവൻ്റെ ബോധം ഉണരും. പക്ഷേ പ്രണയത്തിലകപ്പെട്ടവൻ്റെ ബോധം എന്ത് ചെയ്യുന്നില്ല? ഒരിക്കലും ഉണരുന്നില്ല. മരണം അവൻ്റെ മുന്നിൽ എത്തുമ്പോൾ എന്ത് ചെയ്യുള്ളൂ? ബോധം വെക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ആറാമത്തെ അപകടം. അവൻ ഭ്രാന്തനായിത്തീരും. ഈ ഭ്രാന്തനായി തീരുമ്പോഴാണ് നമ്മൾ ഈ കാണുന്ന ധാരാളം വാർത്തകൾ വായിക്കുന്നത്. ഉപ്പയെ കൊല്ലുന്നു,
മക്കളെ കൊല്ലുന്നു, സ്നേഹിച്ച പെണ്ണിനെ തന്നെ കൊല്ലുന്നു, അല്ലെങ്കിൽ ഭർത്താവിനെ കൊല്ലുന്നു, സ്നേഹിച്ച പുരുഷനെ കൊല്ലുന്നു. ഇതെല്ലാം ഉണ്ടാകുന്ന ഈ ഭ്രാന്ത് പിടിക്കുമ്പോഴാണ്. അവൻ്റെ പിന്നെ മുന്നിൽ വേറെ ഒന്നുമില്ല. ഏഴാമത്തേത്, ഇത് അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങൾ നശിപ്പിച്ചു കളയും എന്നുള്ളതാണ്. അഫ്സദൽ ഹവാസ ഔ ബഅദഹ, അവൻ്റെ ഇന്ദ്രിയങ്ങളെ നശിപ്പിച്ചു കളയും. കാഴ്ചയെ, കേൾവിയെ, ഇതെല്ലാം എന്ത് ചെയ്യും? നശിപ്പിച്ചു കളയും. ഒന്നുകിൽ പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ ഭാഗികമായി എന്നുള്ളതാണ്. എന്താണ് നമ്മൾ കണ്ണുകൊണ്ട് യഥാർത്ഥത്തിൽ, അതായത് പ്രണയത്തിൽ അകപ്പെട്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇവൻ ഒരു കാര്യത്തെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ നന്മകൾ മാത്രമേ അവൻ കാണുകയുള്ളൂ. എത്ര മോശമുണ്ട് എങ്കിലും വളരെ ലളിതമായി ബുദ്ധിയുള്ള ആളുകൾക്ക് വരെയും ഇവൻ സ്നേഹിക്കുന്നയാൾ ചെയ്യുന്നത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാലും ഇവനക്ക് എന്ത് ചെയ്യില്ല? ബോധ്യപ്പെടുകയില്ല. കാരണം ഇവൻ്റെ കണ്ണിന് എന്ത് ചെയ്തിരിക്കുകയാണ്? കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അത് ബോധം ഉണരണമെങ്കിൽ എന്ത് വേണം? ഇവനും അവനുമായിട്ടൊന്ന് തെറ്റണം. തെറ്റിക്കഴിയുമ്പോൾ മനസ്സിലാവും അവൻ ചെയ്തിരുന്നതെല്ലാം എന്താണ്? തെറ്റായ കാര്യം. അതല്ലെങ്കിൽ അവനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കും. അവൻ്റെ യഥാർത്ഥ ബുദ്ധി നഷ്ടപ്പെട്ടു പോയി, അങ്ങനെ അവൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി, അവൻ്റെ കേൾവി നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് തന്നെ പറയപ്പെടുന്നത് കാണാം, ഹുബ്ബുക ശൈഉമി വയുസിം, ഒരു വസ്തുവിനോടുള്ള നിന്റെ അമിതമായ സ്നേഹം നിന്നെ അന്ധനാക്കി കളയും, അതേപോലെ തന്നെ നിന്നെ ചെകിടനാക്കി കളയും, കേൾവിയില്ലാത്തവനാക്കി കളയും എന്നും ഇതിൻ്റെ സാധാരണ രീതിയിൽ പറയലുണ്ട്. ഇതാണ് പ്രണയത്തിൻ്റെ അപകടങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. അതിൻ്റെ സംക്ഷിപ്തമായ വിവരമാണ് പറഞ്ഞത്. വേറെയും ധാരാളം അപകടങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിൽ പറയുന്നുണ്ട്. ഇതിൻ്റെ ഏകദേശം പകുതി മുതൽ ഇതിൻ്റെ അവസാനം വരെയും പ്രണയത്തെക്കുറിച്ച്, അതിൻ്റെ അപകടത്തെക്കുറിച്ചാണ് എന്ത് ചെയ്യണത്, അതിൻ്റെ ചികിത്സയെക്കുറിച്ചാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നത്. ഇതിലൊരാൾ അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ തിരിച്ചു വരിക എന്നുള്ളത് എന്തായിരിക്കും? പ്രയാസകരമായിരിക്കും. അതുകൊണ്ട് ശിർക്കിൽ അകപ്പെടാൻ ഒരാൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ, കുഫറിൽ അകപ്പെടാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ, അതേപോലെ അകറ്റി നിർത്തേണ്ട പണിയാണെന്ത്? പ്രണയം എന്നുള്ളതായ വലിയ രോഗം. അതിൻ്റെ ഷിഫാ, അതിൻ്റെ ശമനം വളരെ ദുർഘടമാണ്. അള്ളാഹുവിൻ്റെ ഫളിൽ കൊണ്ടേ പിന്നെ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ദുആ ചെയ്യുക, ഇൽമു പഠിക്കുക, അള്ളാഹുവിനെ കുറിച്ച് അറിയുക, അവനെ സ്നേഹിക്കുക, അതുപോലെ അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക, എന്നിട്ട് ഇബാദാത്തുകൾ ചെയ്യുക, ഹൃദയത്തിൻ്റെ ഇബാദാത്തുകൾ, അവയവങ്ങളുടെ ഇബാദാത്തുകൾ, എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഇതാണ് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ യഥാവിധം പഠിച്ച് മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകട്ടെ. വഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.